എല്ലാവർക്കും വിന്നേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കാണ്. നോർമലി നമുക്ക് റീസണിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനകത്ത് ടോപ്പിക്കുകളിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു മാർക്കിനാണ് ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പക്ഷേ ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകളിൽ നിന്നും ഒരു മാർക്കിനല്ല ഒന്നിലധികം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് കോഡിംഗ് ഡീകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നോർമലി ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വെച്ചാൽ ഒരു വേർഡും അതിൻ്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയും. ഓക്കെ, ഒരു വേർഡും അതിൻ്റെ കോഡ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ് എങ്ങനെ ഈ കോഡായി മാറി എന്ന ലോജിക്ക് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക്ക് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിനെപ്പോഴും വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വേർഡും അത് തന്നിട്ട് അതിൻ്റെ കോഡും കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്ത് കോഡിങ് വരാറുണ്ട്. ഓക്കെ, ഒരു വേർഡ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ എന്നൊരു വേർഡ് നിങ്ങൾക്ക് തന്നിട്ട് അതിന് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വെറുതെ 4, 5, 6, 8, 7 വെറുതെ കുറേ നമ്പേഴ്സ് നമുക്ക് തരുന്നു. അല്ലെങ്കിൽ ആപ്പിൾ എന്നൊരു വേർഡ് തന്നിട്ട് അതിനിപ്പോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് EFDHR എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറച്ച് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് കോഡ് തരാം. അപ്പം ഒരു വേർഡും അതിൻ്റെ കോഡ് തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അത് നമ്പർ യൂസ് ചെയ്തും കോഡ് ചെയ്യാറുണ്ട്, ലെറ്റർ യൂസ് ചെയ്തും കോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്ത് കോഡ് ചെയ്താലും ലെറ്റർ യൂസ് ചെയ്ത് കോഡ് ചെയ്ത് വരുവാണെങ്കിലും ഈ എങ്ങനെ ഈ ആപ്പിൾ എന്ന് പറയുന്നതിൻ്റെ കോഡ് വന്നു എന്ന ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു വേർഡ് തരുവാണ്, ബോൾ എന്നൊരു വേർഡ് തരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു കോഡ് ലോജിക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണ് അതുപോലെ നമുക്ക് കോഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആൽഫബറ്റ് ടേബിൾ ആണ്. ഓക്കെ, ഈ പറയുന്ന ആൽഫബറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കാണ് ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഈ കോഡിങ്ങിന്റെ ലോജിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ ടേബിൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വെറുതെ A മുതൽ Z വരെ എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ A to M എഴുതിയിട്ട് N to Z തിരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ എഴുതുന്നതിന് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഞാൻ എഴുതിയിട്ട് അതിനകത്ത് നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് നോർമലി ഒരു എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു എന്താണ് വർക്ക്ഷീറ്റ് കിട്ടുന്ന സമയത്ത് എഴുതി വെക്കുന്ന ഒരു സാധനമാണ് ഈ ആൽഫബറ്റ് ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ ഒരു ടേബിൾ എഴുതിയാൽ മതി. ഈ ടേബിളിന്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റിന് വേണ്ടി മാത്രമായിട്ടില്ല, നിങ്ങൾക്ക് ഒരു എക്സാമിന് പോകുമ്പോൾ ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റിന് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ആകും. ഓക്കെ, അപ്പം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, A മുതൽ M വരെ എഴുതുക, ലെറ്റേഴ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് N to Z നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചെഴുതുക. തിരിച്ചെഴുതിയിട്ട് അതിന്റെ പൊസിഷൻസ് നമ്പർ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇട്ട് പോവുക. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഏത് ലെറ്റേഴ്സ് തമ്മിലും കമ്പയർ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടും ആവശ്യം. അതായത് ഒരു വേർഡും കുറെ ലെറ്റേഴ്സ് നമുക്ക് തരുമ്പോൾ എങ്ങനെ A എന്ന് പറയുന്ന ലെറ്റർ E ആയി, എങ്ങനെ P എന്ന് പറയുന്ന F ആയി, എങ്ങനെ അടുത്ത P D ആവുന്നു എന്ന ആ ഒരു ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആ ലോജിക്കൽ അത് രണ്ട് ലെറ്റേഴ്സ് നമ്മുടെ റിലേഷൻ നമുക്ക് എന്താണ് ഈ ടേബിൾ നോക്കി ഈസി ആയിട്ട് മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ പറയണം, ഇപ്പോൾ ഇന് പകരം H എന്ന് പറയുന്ന ലെറ്റർ ഞാൻ കൊടുക്കും. കാരണം അപ്പം E കഴിഞ്ഞ് ഒരു 3 ലെറ്റർ കഴിഞ്ഞ് വരുന്ന H ആണ്, അതുകൊണ്ട് Eക്ക് ഞാൻ പകരം H കൊടുക്കുന്നു എന്നൊരു ലോജിക്ക് നമുക്ക് എന്താണ് ഈ ടേബിൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ടേബിളിന്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ലെറ്റർ എടുത്താലും പെട്ടെന്ന് അതിന്റെ പൊസിഷൻ പറയാൻ സാധിക്കും. കാരണം നമ്മൾ തൊട്ടടുത്ത് അതിന്റെ പൊസിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പം J എന്ന് പറഞ്ഞ ലെറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ എന്തായിരിക്കും, 10 ആയിരിക്കും. ഇപ്പൊ S എടുക്കുകയാണ്, എസിന്റെ പൊസിഷൻ എന്തായിരിക്കും, 9 ആയിരിക്കും. നമുക്ക് ഏത് ലെറ്റർ എടുത്താലും പെട്ടെന്ന് അതിന്റെ പൊസിഷൻ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു ലെറ്റർ എടുത്താലും അതിന്റെ റിവേഴ്സ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ലെറ്റർ എടുക്കുക, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പോൾ T എടുക്കുകയാണ്, ടിയുടെ റിവേഴ്സ് പൊസിഷൻ. ഓക്കെ, എന്താണ് റിവേഴ്സ് പൊസിഷൻ എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ A മുതൽ Z വരെ 1 മുതൽ 26 നമ്പർ ഇടുന്നുണ്ട് അല്ലെ. ഇസഡിൽ നിന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്പർ ഇട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ലെറ്റേഴ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പുറകിലോട്ട് നമ്പർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ അതാണ് റിവേഴ്സ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾ വെറുതെ പുറകെ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ ടിയുടെ റിവേഴ്സ് പൊസിഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റുള്ള നമ്പർ നോക്കിയാൽ മതി. ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 20 ആണ്, അതിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 7 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് പൊസിഷൻ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ റിവേഴ്സ് ലെറ്റർ എന്ന് പറയാൻ സാധിക്കും. റിവേഴ്സ് ലെറ്റർ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞില്ലേ, അതിൽ ഒറിജിനലി ഇരിക്കുന്ന ലെറ്റർ ആരാണോ അതാണ് റിവേഴ്സ് ലെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ലെറ്റേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ടിയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്, G ആണ്. അതാണ് ടിയുടെ റിവേഴ്സ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ടേബിൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് പല പല ലോജിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പം ഈ ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഈ വേർഡ് എങ്ങനെ ഈ കോഡായി മാറിയെന്ന ലോജിക്ക് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ സാധിക്കും. ടേബിൾ പഠിച്ചു വെക്കണം. നമുക്ക് A മുതൽ Z വരെ എഴുതിയിട്ട് 1 മുതൽ A to M എഴുതിയിട്ട് N to Z എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ എക്സാമിനും നമുക്ക് ഈ ഒരു
ഈ ഒരു ടേബിൾ നമ്മൾ എഴുതി വെച്ചാൽ ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് യൂസ്ഫുൾ ആകും. അങ്ങനെയാണ് ഒരു എക്സാമിന് SSC റെയിൽവേ ഫോർമാറ്റിൽ വരുന്ന ഏതൊരു എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ടേബിളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറഞ്ഞു ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് ചോദിക്കുന്ന ഫോർമാറ്റ് ആണ് നമുക്ക് എന്ത് എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കി, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ certain code language function is written as NOITCNUF. How is sequence written in that code എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫോർമാറ്റ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്കൊരു വേർഡും അതിന്റെ കോഡും തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയാണ്. ഒരു വേർഡും ഒരു കോഡും തന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയണം. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴും ലെറ്റർ കോഡിങ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ആ വേർഡ് എടുത്ത് എഴുതുക. ഓക്കെ, ആ വേർഡ് എഴുതുക. എന്നിട്ട് ആ വേർഡിന് അവർ പറയുന്ന കോഡ് എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ആ വേർഡ് എഴുതുക. അതിന് നേരെ താഴെ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന കോഡ് നേരെ താഴെ തന്നെ എഴുതാം. എന്നിട്ട് നിങ്ങൾ ആ വേർഡും കോഡും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എങ്ങനെയാണ് ഈ വേർഡ് ഈ കോഡായി മാറിയത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം വളരെ സിമ്പിൾ ആയുള്ള ഒരു കോഡിങ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് ഇതിനകത്തുള്ള ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് അല്ലെ. ആദ്യം N വരുന്നു, പിന്നെ O വരുന്നു, പിന്നെ I വരുന്നു, പിന്നെ T, പിന്നെ C, പിന്നെ N, പിന്നെ U, പിന്നെ F അല്ലെ. തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിനെ അവരെന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഓർഡറിൽ എടുത്ത് എഴുതിയാണ് എന്ത് ചെയ്യുന്നത്, കോഡിന്. അതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. ലോജിക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന വേർഡ് എടുക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് മാറ്റി എഴുതുക. ഞാനൊന്ന് മാറ്റി എഴുതുവാണ്, നോക്കിക്കോണം. ആദ്യം E വരും, പിന്നെ C വരും, പിന്നെ N വരും, പിന്നെ E വരും, പിന്നെ U, പിന്നെ Q, പിന്നെ E, പിന്നെ S അല്ലെ. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ കോഡിലേക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് കോഡിങ്. അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു വേർഡും നിങ്ങൾക്ക് ഒരു കോഡും ഉണ്ടായിരിക്കും. പുതിയൊരു വേർഡ് നിങ്ങൾ എന്താണ് കോഡ് ചെയ്ത് മാറ്റണം. ഓക്കെ, നമുക്ക് കോഡിംഗ് ഡീകോഡിംഗ് പോലത്തെ ടോപ്പിക്കുകൾ, അതായത് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ടോപ്പിക്കിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കിപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് മാത്രമായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എങ്ങനെയൊക്കെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ലോജിക്കിൽ വരും എന്നുള്ള കാര്യം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരുവിധമുള്ള എല്ലാ SSC എക്സാമുകളിലും അല്ലെങ്കിൽ റെയിൽവേ എക്സാമുകളിലും ചോദിച്ച ലോജിക്കുകൾ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു എക്സാമിന് പോകുന്ന സമയത്ത് ഒരു വേർഡും കോഡും കാണും, പെട്ടെന്ന് ഇത് ആ ലോജിക്കല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മെയിൻ ആയിട്ടും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ക്ലാസ്സിൽ പറയാൻ സാധിക്കുന്നത് ഇതെങ്ങനെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ ലോജിക്കുകൾ വരാം എന്നുള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെ രീതിയിലുള്ള ടൈപ്പ് ഓഫ് എന്താണ് കോഡിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ് എവിടെ കിടക്കുന്നത്, ഈ കോഡിൽ കിടക്കുന്നത് അല്ലെ. തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ് എവിടെ കിടക്കുന്നത്, ഈ കോഡിൽ കിടക്കുന്നത്. നമുക്ക് ഇതിനെ പറയാം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു പേരിട്ട് കൊടുക്കുന്നു, റീഅറേഞ്ച്മെന്റ് കോഡിംഗ്. അതായത് നിങ്ങൾക്കൊരു വേർഡും കോഡും തരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്നാണ്. ഓക്കെ, റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എങ്ങനെ മനസ്സിലാക്കാം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രമേ എവിടെ കാണത്തുള്ളൂ, ആ കോഡിൽ കാണത്തുള്ളൂ, എങ്കിൽ അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. ഓക്കെ, പുതുതായിട്ടൊരു ലെറ്റർ വരാൻ പാടില്ല, അതിനകത്ത് ലെറ്റർ ഒന്നും മിസ്സാകാനും പാടില്ല. ഓക്കെ, തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രം ഇതിനകത്തുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, ഫസ്റ്റ് വേർഡും കോഡും കാണുമ്പോൾ നിങ്ങൾ ആ വേർഡിന്റെ നേരെ താഴെ കോഡ് എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കുക തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമാണോ അവിടെ കിടക്കുന്നത്, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ആ ലെറ്റേഴ്സ് അതിന്റെ പൊസിഷൻ മാറിയെന്ന് മനസ്സിലാക്കുക. കാരണം തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് തന്നെയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. അതായത് ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് എന്തോ റീഅറേഞ്ച് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ കോഡ് നടക്കുന്നത്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കണ്ടുപിടിച്ചാൽ അതാണ് അവിടുത്തെ ലോജിക്ക്. ലോജിക്ക് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്നിരിക്കുന്ന വേർഡിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡിനെ മറ്റു 3 രീതിയിൽ ഇവിടെ കോഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സീക്വൻസിനെ ഞാൻ എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഈ കോഡായി മാറുന്നത് ലോജിക് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സീക്വൻസിനെ മാറ്റി എഴുതുക. അതുപോലെ തന്നെ അടുത്തൊരു കോഡ് നോക്കുക എന്ന് മാറ്റി. അങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. ഇതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം,
ബാക്കി വീഡിയോ കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് യൂസ്ഫുൾ ആയിട്ട് വരിക ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് എന്താണ് അത് യൂസ്ഫുൾ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നോക്കിയോ, ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡ് എടുത്തെടുക്കുന്നു, എന്നിട്ട് ആ വേർഡ് ഞാൻ എന്താണ് കോഡ് എടുത്ത് എഴുതുവാണ്. ഓക്കെ, ഞാൻ ആ വേർഡും അതിന്റെ കോഡും എന്ത് ചെയ്തു, നേരെ താഴെ എടുത്ത് എഴുതി. ഇനി ഞാൻ നോക്കുകയാണ് എന്ത് ബേസിലാണ് അവിടെ എന്ത് ലോജിക്കിലാണ് ഇത് മാറിയത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെയാണ് ഇവിടെ കിടന്ന് നോക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കിടക്കുന്നത്. അപ്പം ലെറ്റേഴ്സ് സെയിം ആണെങ്കിൽ അവിടെ മാറുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്, റീഅറേഞ്ച്മെന്റ് ആണ്. ക്വസ്റ്റ്യൻസ് റീഅറേഞ്ച് ചെയ്യുന്ന ലോജിക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ തന്നിരിക്കുന്ന വേർഡിനെ ഒരു പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് എടുത്തതാ സെക്കൻഡിൽ ഇട്ടു, സെക്കൻഡ് ഹാഫ് എടുത്ത് എന്ത് ചെയ്തു, ഫസ്റ്റ് ഇട്ടു. ഇതാണ് അവിടുത്തെ ലോജിക്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണെങ്കിൽ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ പറയുന്ന വേർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡ് ഇടുന്നു, സെക്കൻഡ് ഹാഫ് എടുത്ത് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇടും. അപ്പം ENCESEQU കഴിഞ്ഞു, കോഡിംഗ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തെടുത്ത് എഴുതുവാണ് ഞാനിപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഒരു കോഡ് ചെയ്യുന്നത് CNUFNOIT എന്നാണ് കോഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനാണ് അവിടെ കിടക്കുന്നത് അല്ലെ. ഇനി എങ്ങനെ അത് റീഅറേഞ്ച് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിനെ വീണ്ടും പകുതിക്ക് വെച്ച് അവർ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ FUNCനെ അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി. കണ്ടോ, CNUF എന്ന് എഴുതി. അതുപോലെ TIOനെ അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി NOIT എന്ന് എഴുതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിൽ അങ്ങനെ പകുതിക്ക് വെച്ച് ഡിവൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ ഫസ്റ്റ് ഹാഫിന് എന്ത് ചെയ്യുന്നു UQES, അതുപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നു ECNE കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. എങ്ങനെയാണ് ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്യാന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ലെറ്റേഴ്സ് ചേഞ്ച് ആണോ. F ഇവിടെ പോകുന്നു, ഇവിടെ വരുന്നു, N ഇവിടെ പോകുന്നു, C. അപ്പൊ രണ്ട് ലെറ്റേഴ്സ് എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിന്റെ പൊസിഷൻ റിവേഴ്സ് ചെയ്താണ് ചെയ്യുന്നത്. രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്കിവിടെ എങ്ങനെ വരും, ESUQNEEC ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് റീഅറേഞ്ച്മെന്റ് കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ആദ്യം ഒന്ന് എടുത്തെഴുതാം, എന്നിട്ട് അതിന്റെ കോഡ് ഒന്ന് നേരെ താഴെ എടുത്തെഴുതാം. ഇതുപോലെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി നോക്കുക. എഴുതിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് തന്നെയാണോ അവിടെ കിടക്കുന്നതെന്ന് ആദ്യം കൺഫേം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ലെറ്റേഴ്സിന്റെ പൊസിഷൻ എന്ത് ലോജിക്കിൽ അവർ അറേഞ്ച് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നോർമലി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു വേർഡും അതിന്റെ കോഡ് തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒരു വേർഡും അതിന്റെ കോഡ് തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് സാറിന് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ അവർ ഒന്നിലധികം വേർഡുകൾ എക്സാമ്പിൾ ആയിട്ട് തരും. അതൊരു വേർഡ് അതിന്റെ കോഡ്, വീണ്ടും ഒരു വേർഡ് അതിന്റെ കോഡ്, പിന്നെ ഒരു വേർഡിനെ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറയാം. അപ്പൊ 2 എക്സാമ്പിളുകൾ തരണം, അല്ലെങ്കിൽ 3 എക്സാമ്പിളുകൾ തരുവാണെന്ന് വെക്കാം. അപ്പൊ ഒരു ക്വസ്റ്റിനകത്ത് 2ഓ അതിലധികമോ എക്സാമ്പിളുകൾ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് അവിടെ ഒന്നിലധികം ലോജിക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു വേർഡും അതിന്റെ കോഡും തരുന്ന സമയത്ത് അതിനൊരു ലോജിക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വീണ്ടും നിങ്ങൾ അടുത്തൊരു വേർഡും കോഡ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ലോജിക്ക് എന്ത് ചെയ്യത്തില്ല, ഇതിന് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മറ്റെന്തോ ലോജിക്ക് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ലോജിക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒന്നിലധികം എക്സാമ്പിളുകൾ നമുക്ക് ഉണ്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വേർഡും ഒരു കോഡും മാത്രമാണെങ്കിൽ വേറെ എക്സ്ട്രാ ലോജിക് ഒന്നും വരത്തില്ല, ഒറ്റ ലോജിക്കിലായിരിക്കും വരെ. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഒന്നിലധികം വേർഡുകൾ തരുവാണെങ്കിൽ എക്സാമ്പിൾ തരും ഉറപ്പായിട്ട് എന്താണ് അവിടെ ലോജിക്കുകൾ ഒരുപാട് കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആദ്യ വേർഡും കോഡും കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിന്റെ ലോജിക് ഒന്ന് കണ്ടുപിടിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ലോജിക് ആയിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചാടി കയറി നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റിനിലുള്ള തന്നിരുന്ന വേർഡിനെ മാറ്റി നമ്മൾ എഴുതും. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് ആ ലോജിക്കിന്റെ ആൻസർ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ആ ലോജിക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ത് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ചെയ്ത ആൻസർ
തെറ്റായിരിക്കും. കാരണം രണ്ടിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൻസർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം വരേണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഒന്നിലധികം എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇപ്പോൾ ഒരു ഒന്നിലധികം എക്സാമ്പിൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിയേ, in certain code language, function is written as UTONNIFC. Computer is coded written as UTRPOMEC. How is absolute coded in that language? എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന എത്ര എക്സാമ്പിൾ ആണെങ്കിലും ജസ്റ്റ് ആ വേർഡും അതിന്റെ കോഡും ഒന്ന് എടുത്ത് എഴുതുക. അപ്പൊ ഞാൻ എന്താ എഴുതുവാണ്, FUNCTION ഫംഗ്ഷൻ, അതിന്റെ കോഡ് തരുന്നത് UTONNIFC. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഒരു കോഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് കോഡ് ചെയ്യുന്നത് UTRPOMEC. ഓക്കെ, അപ്പോൾ രണ്ട് വേർഡുകളും അതിന്റെ കോഡുകളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലോജിക്കാണ്. രണ്ട് എക്സാമ്പിൾ തന്നതുകൊണ്ട് രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് വേണം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് എങ്ങനെ ലെറ്റേഴ്സ് റീഅറേഞ്ച്, കാരണം തന്നിരിക്കുന്ന പോലെ ലെറ്റേഴ്സിനാണ് ഇവിടെ കിടക്കുന്നത്, രണ്ടിലും തന്നിരിക്കുന്ന പോലെ ലെറ്റേഴ്സിന്. അപ്പം അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ നോക്കുക, ഇവിടുത്തെ സെക്കൻഡ് ലെറ്റർ ഇവിടെ ഫസ്റ്റ് വരുന്നു, ഇവിടുത്തെ ലാസ്റ്റ് ഫോർത്ത് ലെറ്റർ ഇവിടെ സെക്കൻഡ് വരുന്നു. ഓക്കെ, ഇവിടുത്തെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഇവിടെ തേർഡ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റീഅറേഞ്ച്മെന്റ് കോഡിംഗ് നോക്കുക. പലരും നമ്പർ ഒക്കെ ഇട്ട് 1 2 3 4 നമ്പർ ഇട്ടിട്ട് അതെങ്ങനെ മാറുന്നു എന്ന് നോക്കും. പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഇവിടെ വരത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ടാമത്തെ ലെറ്റർ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടുത്തെ അഞ്ചാമത്തെ ലെറ്റർ ഇവിടെ പിടിച്ച് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരേ ലോജിക്ക് വരണം, ഇത് രണ്ടിനും വരുന്ന ഒരേ ലോജിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഈ ഒരു ലോജിക്ക്, കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഓൾറെഡി ഞാൻ പറയുന്നത് പോസ് ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് കുറച്ചൊരു ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ലോജിക്കാണ്. കാരണം നിങ്ങൾ ഈ ഒരു ടൈപ്പ് ലോജിക്ക് ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം. അങ്ങനെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലെറ്റേഴ്സ് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നവരും ഉണ്ടാവും. ഓക്കെ, അല്ലാത്തവർക്ക് ഈ ഒരു ലോജിക്ക് കുറച്ച് സമയം എടുത്തായിരിക്കും ചെയ്യാം. കാരണം ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് റെയിൽവേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. കാരണം റീഅറേഞ്ച്മെന്റ് കോഡിങ്ങിൽ ഈ ഒരു ഫോർമാറ്റ് അധികം അങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അത് ചോദിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വിട്ടുപോകാൻ ചാൻസ് ഉള്ളൂ. അപ്പം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്യുന്ന ഒരാൾക്ക് കാണുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, CFINN, രണ്ടും N ആയതുകൊണ്ട് NNOTU. ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയും. ഇവിടെ നിങ്ങൾ നോക്കിയേ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ CEMOPRTU. ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവർ എന്ത് ചെയ്യുന്നു, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്, അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലെറ്റേഴ്സിന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ലോജിക്ക്, രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് അതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ ആദ്യം അബ്സല്യൂട്ടിനെ കോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ലെറ്റേഴ്സിന് എന്ത് ചെയ്യുക, ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഓർഡറിൽ എഴുതുക. അപ്പോൾ ABE 3 ലെറ്റേഴ്സായി, LOSTU. ഓക്കെ, ആ ഒരു ഓർഡറിലായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫോർമാറ്റിൽ നമുക്കാണ് ഇങ്ങനത്തെ ലോജിക്കുകൾ നമുക്ക് എന്താണ് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ചോദിക്കുക. കാരണം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് കാണുമ്പോൾ പലരും പൊസിഷൻസ് എങ്ങനെ റീഅറേഞ്ച് ചെയ്തു അല്ലെങ്കിൽ എവിടെ കൊണ്ട് വെച്ചു എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെയാണ് പ്രശ്നം വരിക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഇനി റീഅറേഞ്ച് കോഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആലോചിച്ച് നോക്കും. അതാണ് നമുക്ക് വേണ്ടത്. മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ കോഡിംഗ് ഡീകോഡിന്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനൊന്നും ഞാൻ ആൽഫബറ്റ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫബറ്റ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് ആൽഫബറ്റ് ടേബിളിന്റെ ആവശ്യം വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഓറഞ്ച് ഈസ് റിട്ടൺ ആസ് PSBOHF. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വേർഡ് എടുക്കുന്നു, അതിന് നേരെ താഴെ എന്ത് ചെയ്യുന്നു, അതിന്റെ കോഡ് എടുത്ത് എഴുതുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് വേണം, ഒരു വേർഡും അതിന്റെ കോഡ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യും, ഈ വേർഡിന്റെ കോഡ് അല്ലെങ്കിൽ ഈ വേർഡിന്റെ കോഡ് നോക്കുന്ന സമയത്ത് ഈ വേർഡ് ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് നോക്കും. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യമേ കാണുമ്പോൾ തന്നെ അറിയാം Pയും Sഉം B ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും എന്തില്ല, ഈ തന്നിരിക്കുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് അല്ല. അപ്പം ഈ ലെറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമുക്ക് ടേബിളിന്റെ ആവശ്യം വരിക. എങ്ങനെയാണ് ലെറ്റേഴ്സ് ചേഞ്ച് ആയത് എന്ന ഫോർമാറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, എന്ന ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നേരത്തെ നമുക്ക് പൊസിഷൻസ് എങ്ങനെ റീഅറേഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചത്. കാരണം ലെറ്റേഴ്സ് സെയിം ആയിരുന്നു, ലെറ്റേഴ്സിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ടേബിളിന്റെ ആവശ്യം അവിടെ യൂസ് ഇല്ലായിരുന്നത്. പക്ഷേ
ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റേഴ്സിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡും കോഡും എടുത്ത് എഴുതിയിട്ട് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുക. ഒയും പിയും നമ്മുടെ റിലേഷൻ നിങ്ങൾ നോക്കാം, ആറും എസും നമ്മുടെ റിലേഷൻ, എയും ബിയും തമ്മിൽ എന്നും ഒയും ജി എച്ചും ഇ എഫ് ഇവരെങ്ങനെ ഈ ലെറ്റേഴ്സായി മാറി എന്ന ഫോർമാറ്റ് ടേബിളിൽ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ നോക്കൂ, ഒയും പിയും ഒയും പിയും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒയ്ക്ക് തൊട്ടടുത്ത ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ഓക്കെ, ആറും എസ് നോക്കുവാണ്. ആറും എസ് നോക്കുമ്പോൾ എന്താണ്, ആറ് കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് എസ് എന്ന് പറയുന്നത് അല്ലെ. എയും ബിയും, എ കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. എന്നും ഒയും, എന്നെയും തൊട്ടടുത്ത ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, ഒ. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സിനും തൊട്ടടുത്തുള്ള ലെറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എല്ലാ ലെറ്റേഴ്സും ഒരു പൊസിഷൻ എന്ത് ചെയ്യുന്നു, മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. എല്ലാ ലെറ്റേഴ്സും എന്ത് ചെയ്യുന്നു, ഒരു പൊസിഷൻ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. +1 പൊസിഷൻ എന്ത് ചെയ്യുന്നു, ലെറ്റേഴ്സ് മാറ്റി എഴുതുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത ലെറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു, കോഡിംഗ് നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ലോജിക് ഇതാണ്, ലോജിക് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന വേർഡിന് സിൽവർ അല്ലേ വേർഡ്, എന്ത് ചെയ്യുക, സിൽവർ വേർഡ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതിന്റെ ലെറ്റേഴ്സിന്റെ തൊട്ടടുത്ത ലെറ്റർ എടുത്താൽ മതി. എസ് കഴിഞ്ഞിട്ട് ടി, ഐ കഴിഞ്ഞിട്ട് ജെ, എൽ കഴിഞ്ഞിട്ട് എം, വി കഴിഞ്ഞിട്ട് ഡബ്ല്യു, ഇ കഴിഞ്ഞിട്ട് എഫ്, ആർ കഴിഞ്ഞിട്ട് എസ് കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഫോർമാറ്റ് കണ്ടുപിടിച്ച്, സോറി ആ ഒരു ലോജിക് കണ്ടുപിടിക്കുക. ലോജിക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വേർഡിന് ജസ്റ്റ് മാറ്റി എഴുതാതെ. കാരണം ഈ ലോജിക് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിന് കോഡിൽ എടുക്കത്തുള്ളൂ. കാരണം ലോജിക് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് മാറ്റി എഴുതാൻ വേറെ ടൈം ഒന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചിലപ്പം 2-3 ലെറ്റർ കഴിയുമ്പോൾ തന്നെ ആൻസർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ലോജിക് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോഡിംഗ് ഡീകോഡിംഗ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ ഓറഞ്ചിനെ ഒരു 5 രീതിയിൽ ഇവിടെ കോഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു 5 രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിൽവർ ഞാൻ കോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ കോഡുകളായിട്ട് ഒന്ന് എടുത്ത് എഴുതിയിട്ട് ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞ കോഡ് QTCPIG ആവുന്നത്, എങ്ങനെയാണ് NQZ MFD ആവുന്നത്, എങ്ങനെയാണ് PQVM, ഇത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഈ ഓരോ കോഡുകൾ വരുന്ന ഈ ഓരോ കോഡിന്റെയും ലോജിക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിൽവറിനെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യത്തെ വേർഡ് എഴുതാണ്, ഓറഞ്ചും QTCPIG അല്ലേ. ഓക്കെ, ഞാൻ വേർഡും അതിന്റെ കോഡും എടുത്തെഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുക, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടേബിളിലേക്ക് നോക്കുന്നു. അപ്പോൾ ഒയും ക്യൂയും, ഞാൻ ഒയും ക്യൂയും നോക്കുന്നപ്പോൾ എനിക്ക് ടേബിൾ മനസ്സിലാക്കുന്ന കാര്യം, O കഴിഞ്ഞിട്ട് ഒരു 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ക്യൂ വരുന്നത്. അടുത്ത ആറും ടിയും നോക്കുകയാണ്. ആറും ടിയും നോക്കുമ്പോഴും അതുപോലെ തന്നെ 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എയും സിയും നോക്കുമ്പോഴും എന്ത് തന്നെയാണ്, 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നും പിയും എന്ത് തന്നെയാണ്, 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജിയും ഐയും നോക്കിയാലും എന്താണ്, 2 ലെറ്റർ കഴിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ഇയും ജിയും നോക്കിയാലും എന്ത് തന്നെയാണ്, 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിലാക്കാൻ വരുന്ന കാര്യം, എല്ലാ ലെറ്റേഴ്സും എന്താണ്, +2 പൊസിഷൻ മാറി വരുവാണ്. എല്ലാ ലെറ്റേഴ്സും +2 പൊസിഷൻ മാറി വരുവാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ +1 കണ്ടായിരുന്നു, +2 കണ്ടു, ഇത് +3 ആകാം, +4 ആകാം, +5 ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം, ഏത് നമ്പർ വേണമെങ്കിലും. അപ്പം ഒരേ പൊസിഷൻസ് എല്ലാ ലെറ്റേഴ്സിനും എന്ത് ചെയ്യുന്നു, മാറ്റി എഴുതിയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് എല്ലാ ലെറ്റേഴ്സും ടേബിളിൽ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റ് മാറ്റാറുണ്ട്. +2 ചെയ്തു, അടുത്ത +1 ചെയ്തു, പിന്നെ വീണ്ടും +2, പിന്നെ +1 അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്താ പറയാ, ഓൾട്ടർനേറ്റീവ് അല്ല, പകുതിക്ക് വെച്ചൊക്കെ ഫോർമാറ്റ് മാറ്റാറുണ്ട്. പകുതി വരെ +2, ബാക്കി +1 അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെ ചേഞ്ചിൽ വരുത്താം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു സിംഗിൾ വേർഡും അതിന്റെ ലെറ്ററും വെച്ച് അതിന്റെ കോഡും വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് എല്ലാ ലെറ്റേഴ്സും ആ ഒരു ഫോർമാറ്റിലോട്ട് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചേക്കുക. ചിലപ്പോൾ അവർ 1-2 ലെറ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ, ഇപ്പം ആദ്യത്തെ അവസാനത്തെ ലെറ്റേഴ്സിന് മാത്രം ഒരു പരിപാടിയും അല്ലെങ്കിൽ ഒരു ഫോർമാറ്റും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനൊക്കെ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ വൗവൽസിന് ഒരു ഫോർമാറ്റും കൺസണൻസിന് വേറൊരു ഫോർമാറ്റ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റാറുണ്ട് കോഡിങ്ങിനകത്ത്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു വേർഡും കോഡും ആദ്യത്തെ 2 ലെറ്റർ കാണുമ്പോൾ തന്നെ +2 ആണ്, അപ്പോൾ എല്ലാ ലെറ്റേഴ്സും +2 ആണെന്ന് പറഞ്ഞൊരു ചിന്തയിൽ നമ്മൾ പെട്ടെന്ന് പോയി എന്ത് ചെയ്യരുത്, ആൻസറോട് പോരുത്. കാരണം അങ്ങനെയുള്ള ലോജിക്കുള്ള ആൻസർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. കാരണം നമ്മൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള രീതി അങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അവരെപ്പോഴും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമാറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ലോജിക്ക് മനസ്സിലാക്കി നമുക്ക് സിൽവറിനെ മാറ്റി എഴുതാം. അപ്പൊ എസ് കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് വരുന്നത് യു ആയിരിക്കും, ഐ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞിട്ട് കെ ആണ്, എൽ കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ട് എൻ ആണ്, വി കഴിഞ്ഞിട്ട് വരുന്നത് എക്സ് ആണ്, ഇ കഴിഞ്ഞിട്ട് ജി ആണ്, ആർ കഴിഞ്ഞിട്ട് ടി ആണ്. കഴിഞ്ഞു. അപ്പൊ ആ ഒരു ലോജിക്ക് കണ്ടുപിടിച്ചു, നമ്മൾ എന്ത് ചെയ്തു, ഉടനെ സിൽവറിനെ അങ്ങ് മാറ്റി എഴുതി. ഓക്കെ, അടുത്ത ലോജിക്ക് എടുക്കുവാണ് NQZ MFD. ഓക്കെ, ഞാൻ ദിവസം എഴുതി നോക്കുകയാണ്.
ഓറഞ്ച് NQZ MFD. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, ടേബിളിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ OUN നോക്കുമ്പോൾ ON തൊട്ട് മുന്നിലുള്ള ലെറ്റർ ആണ് N എന്ന് പറയുന്നത് അല്ലെ. Rഉം Q തൊട്ട് മുന്നിലുള്ള ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, Q എന്ന് പറയുന്നത്. Aയും Z, ആക്ച്വലി Aയും Z നമ്മൾ നോക്കുമ്പോൾ Aക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് Z എന്ന് പറയാം. Aക്ക് തൊട്ട് മുന്നേ വേറെ ലെറ്റർ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് Aക്ക് തൊട്ട് ഇത് റൗണ്ടഡ് ആയിട്ട് നമുക്ക് എടുത്ത് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു സംഭവം Aക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് ആരെന്ന് പറയുന്നത്, Z എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും? ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പൊസിഷൻ പുറകിലേക്ക് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കോഡിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ ലോജിക് കിട്ടി, -1 പൊസിഷൻ ആണ്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാം, സിൽവറിലേക്ക് പോവാം. സിൽവറിൽ നമുക്ക് ആദ്യം സിൽവറിന് തൊട്ട് മുന്നിലുള്ള ലെറ്റർ S വരെ തൊട്ട് മുന്നിലുള്ള ലെറ്റർ ഏതാണ്, R ആണ്. I വരുന്ന സമയത്ത് ആരാണ്, H ആണ്. L വരുന്ന സമയത്ത് ആരാണ്, K ആണ്. V വരുന്ന സമയത്ത് U ആണ്. E വരുന്ന സമയത്ത് D ആണ്. R വരുമ്പോൾ ആരാണ്, Q ആണ്. കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഏതാണ്, സിൽവറിനെ മാറ്റി എഴുതാൻ സാധിക്കും. അടുത്ത കോഡ് നോക്കുകയാണ് PQBMHD. ഓക്കെ, അപ്പം ഓറഞ്ച് PQBMHD. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓയും പിയും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റും. ആറും ക്യൂവും കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു പൊസിഷൻ പുറകിലോട്ട് എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. എയും ബി എടുക്കുമ്പോൾ ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട്, എന്നും എം ആകുമ്പോഴത്തേക്ക് ഒരു പൊസിഷൻ പുറകിലോട്ട്, GH ആകുമ്പോഴത്തേക്ക് ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട്, ഇയും എഫ് ആകുമ്പോൾ ഡി ആകുമ്പോൾ ഒരു പൊസിഷൻ പുറകിൽ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, +1 -1 +1 -1 എന്നൊരു ഫോർമാറ്റാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിൽവറിനെ അതുപോലെ മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം S കഴിഞ്ഞിട്ട് ആരാണ്, T ആണ്. അത് കഴിഞ്ഞിട്ട് Iക്ക് മുന്നേ H ആണ്. L കഴിഞ്ഞിട്ട് M ആണ്. Vക്ക് മുന്നേ U ആണ്. E കഴിഞ്ഞിട്ട് F ആണ്. Rന് മുന്നേ Q ആണ്. കഴിഞ്ഞു, ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് PTDRLK അല്ലെ. അപ്പം ഓറഞ്ച് PTDRLK. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ അത്യാവശ്യം സ്പീഡിലായിരിക്കും എക്സാം ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഈ വേർഡും കോഡും എടുത്ത് എഴുതുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ എടുത്തെഴുതുന്ന കോഡ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ എടുത്തെഴുതുക. സ്പീഡ് എഴുതുമ്പോൾ തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, നമ്മൾ പിന്നീട് ഇത് മാത്രമേ നോക്കത്തുള്ളൂ. നമ്മൾ പിന്നെ പോയി ക്വസ്റ്റ്യൻ നോക്കത്തില്ല, ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയ ലെറ്റർ ജസ്റ്റ് ഒരു മാറ്റം വരും. ഇപ്പം എല്ലിന് പകരം ഞാനിവിടെ M എഴുതി, അറിയാണ്ട് ശ്രദ്ധിക്കാണ്ട് M എഴുതി എന്ന് വെക്കുക. പിന്നെ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലോജിക്ക് കിട്ടത്തില്ല. നമ്മൾ ഒരുപാട് ടൈം അതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. വേർഡും കോഡൊക്കെ എടുത്ത് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നിന്നുള്ള പകർത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ടൈമിൻ്റെ പുറകെ കളയും, നിങ്ങളുടെ ആൻസർ കിട്ടത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓയും പിയും തമ്മിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, +1 പൊസിഷൻ മാറി വരുന്ന ലെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആറും ടിയും നോക്കുമ്പോൾ +2 പൊസിഷൻ മാറി വരുന്നതാണെന്ന് പറയാൻ പറ്റും. എയും ഡിയും നോക്കുന്ന സമയത്ത് +3 പൊസിഷൻ മാറി വരുവാണ്. എന്നും ആറും നോക്കുമ്പോൾ +4, GL നോക്കുമ്പോൾ +5, ഇയും കെയും നോക്കുമ്പോൾ +6. അപ്പം അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ +1 +2 +3 +4 +5 എന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ പൊസിഷൻ വെച്ച് മാറി വരുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്പേഴ്സ് മാറി വരുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ഫോർമാറ്റ് കുറഞ്ഞിട്ട് വലുതും ചെറുതിലേക്കോ ചെറുന്ന് വലുതിലേക്കോ ഒക്കെ നമ്പേഴ്സ് മാറുന്ന രീതിയിലൊക്കെ, ഇങ്ങനെ പല രീതിയിലും ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻഫൈനൈറ്റ് ടൈപ്പാണ്. ഇഷ്ടമുള്ള രീതിയിൽ കോഡിങ് നടത്താൻ സാധിക്കും നമുക്ക്. അപ്പം ആ ലോജിക്കൽ നമ്മൾ ഈ ആൽഫബറ്റ് ടേബിളിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോഡിങ് ഡീകോഡിങ്ങിനകത്ത്. അപ്പം ഫോർമാറ്റ് കിട്ടി, നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, സിൽവറിനെ മാറ്റിയാൽ മതി. S കഴിഞ്ഞിട്ട് ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ആരാണ്, T ആണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് I കഴിഞ്ഞ് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് K ആണ്. അത് കഴിഞ്ഞിട്ട് L കഴിഞ്ഞിട്ട് 3 പൊസിഷൻ കഴിഞ്ഞ് വരണം. 12 + 3 15 O ആയിരിക്കും അല്ലെ. അടുത്തത് V കഴിഞ്ഞിട്ട് എന്താണ്, +4 ആണ്. അപ്പം Vയുടെ +4 ആകുമ്പോഴത്തേക്കും Z ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് ആരാ വരുന്നത്, +5 പൊസിഷൻ ആണ്. ആരാണ്, ഇന്റെ കൂടെ +5 പൊസിഷൻ വരുമ്പോൾ ആരാ വരിക, J ആണ് വരുന്നത്. ലാസ്റ്റ് ആറിൻ്റെ കൂടെ +6 പൊസിഷൻ വരണം. 18 6 24 X. കഴിഞ്ഞു. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് സിൽവറിനെ മാറ്റി, ജസ്റ്റ് ലോജിക് കണ്ടുപിടിക്കുന്ന സമയം മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. കണ്ടോ, അടുത്ത ലാസ്റ്റ് വേണം നോക്കി, ഓറഞ്ചിനെ ഒരു LIZMTV. ഓക്കെ, അപ്പോൾ O എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓയുടെ പൊസിഷൻ നിന്ന് ഒരു -3 പൊസിഷൻ ആണെന്ന് പറയുന്നത് L എന്ന് പറയുന്നത്. ഓയിൽ നിന്നൊരു -3 പൊസിഷൻ കഴിഞ്ഞാണ് ആര് വരുന്നത്, L വരുന്നത് പറയാൻ സാധിക്കും. 6 Iലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് ഒരുപാട് കൂടുതലായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്. 9 എന്താണ് ലെറ്റേഴ്സ് പുറകിലോട്ട് പോകുന്ന പോലെ -9 പൊസിഷൻ വരുന്ന പോലെ വരുന്നുണ്ട്. അടുത്ത A നോക്കുകയാണെങ്കിൽ AZ നോക്കുന്ന സമയത്ത് ഒരു പൊസിഷൻ പുറകിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്.
എന്നും എമ്മും നോക്കുന്ന സമയത്ത് അവിടെ ഒരു പൊസിഷൻ പുറകിലേക്ക് പോകുന്ന രീതിയിലാണ് തോന്നുന്നത്. ജിയും ടിയും നോക്കുമ്പോഴും ഇതുപോലെ ഒരു വലിയ ഡിഫറൻസ് ഒരു 13 മൈനസ്. അപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ പോലെ വരുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ ഈ ലെറ്റേഴ്സിനുള്ള ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. എന്താണ്? ഒ യു എൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്? ഇവർ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്റേഴ്സ് ആണ് അല്ലെ. ആറും ഐയും നിങ്ങൾ നോക്കുമ്പോഴും എന്താണ്? അവർ റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. എയും ഇസഡും എന്താണ്? റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. എന്നും എമ്മും എന്താണ്? റിവേഴ്സ് ലെറ്റർ. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നിരിക്കുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സിന്റെയും റിവേഴ്സ് ലെറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ റിവേഴ്സ് ലെറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഫോർമാറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ്? നേരെ ഓപ്ഷനിലേക്ക് പോവാം, നേരെ ക്വസ്റ്റിനിലേക്ക് പോവാം. നമുക്ക് സിൽവറിന്റെ റിവേഴ്സ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആൻസർ ആയി കഴിഞ്ഞു. എസിൻ്റെത് എച്ച് വരും, അതുപോലെ ഐയുടെ ഏത് വരും? ഐയുടേത് ആറാണ്. എൽ വരുമ്പോൾ ആരാ വരുന്നത്? ഒ ആണ് വരുന്നത്. വി വരുന്ന സമയത്ത് ഇ ആണ്. ഇ വരുന്ന സമയത്ത് വി ആണ്. ആറ് വരുന്ന സമയത്ത് ഐ ആണ്. കഴിഞ്ഞു. ഓക്കെ, അപ്പം ആ ലോജിക്ക് മനസ്സിലാക്കി നമുക്ക് കോഡ് ചെയ്യാം. അപ്പം ഈ ഒരു ടേബിൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്? ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിങ് നമുക്ക് എന്താണ്? ഈസി ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എത്ര ചെയ്യാൻ? നമ്മൾ ആദ്യം ഒരു വേർഡും കോഡും കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേർഡും കോഡും ഒന്ന് എടുത്ത് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ എന്ന് നോക്കാം. റീഅറേഞ്ച്മെന്റ് കോഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ടേബിളിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ലോജിക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. In certain code language, ഞാൻ ഓറഞ്ചിന് തന്നെ അവിടെ കോഡ് ചെയ്തിരിക്കുകയാണ്. ഓറഞ്ച് ഈസ് കോഡഡ് ആസ് SPOBFH. ഓക്കെ, അപ്പോൾ ഒരു വേർഡും കോഡും നമ്മൾ കിട്ടി. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ല, കാരണം തന്നിരിക്കുന്ന പോലെ ലെറ്റേഴ്സ് അല്ല അവിടെ കിടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുക. ഓക്കെ, ഒയും എസും നോക്കുകയാണ്. അപ്പോൾ ഒയും എസും നോക്കുമ്പോൾ 15 + 4 19 +4 പൊസിഷൻ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആറും പിയും നോക്കുന്ന സമയത്ത് ആറിൽ നിന്നും ഒരു -2 പൊസിഷൻ ആണ് പിയും നമുക്ക് തോന്നുന്നത്. എയും ഒയും നോക്കുന്ന സമയത്ത് ഒരു +14 ഉള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നും ബിയും തമ്മിൽ നോക്കുന്ന സമയത്ത് ഒരു -12 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ജിയും എഫും തമ്മിൽ നോക്കുന്ന സമയത്ത് ഒരു -1 പൊസിഷൻ വരുന്നതിലാണ് വരുന്നത്. ഇയും എച്ചും നോക്കുമ്പോഴത്തേക്കും ഒരു +3 പൊസിഷൻ. ആക്ച്വലി ഇതൊരു ഫോർമാറ്റ് ലോജിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരു ഫോർമാറ്റ് ലോജിക് പോലെ വരുന്നില്ലല്ലോ. ജസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെ നമ്പേഴ്സ് കൂട്ടുകയും കുറയ്ക്കുകയും കണ്ടിന്യൂസ് കുറയ്ക്കുകയും കൂട്ടുന്ന അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അപ്പം ഇതല്ല അതിന്റെ ലോജിക്. അപ്പം ഓക്കെ, അതല്ല അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഓറഞ്ചിനെ നിങ്ങൾ നോക്കുമ്പോൾ SPOBFH എന്ന് പറഞ്ഞ് കോഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ല. ഓക്കെ, കാരണം തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് അല്ല ഇവിടെ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? പാറ്റേൺ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു മിക്സഡ് ടൈപ്പ് കോഡിംഗ് ആണ്. ഓക്കെ, മിക്സഡ് ടൈപ്പ്. ഇപ്പോൾ SSC എക്സാമിലോ അല്ലെങ്കിൽ റെയിൽവേ എക്സാമിൽ എക്സാം കുറച്ച് ലെവൽ കൂട്ടാനായിട്ട്, കുറച്ച് കട്ടിയാക്കാൻ വേണ്ടി നമുക്ക് കോഡിങ്ങിന്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇതൊരു ലെവൽ കൂടിയ ക്വസ്റ്റൻ ആണ്. വേണമെങ്കിൽ കോഡിങ്ങിന്റെ ലെവൽ കൂടിയ ക്വസ്റ്റൻ ആണെന്ന് പറയാം. നമുക്ക് ലെറ്റർ കോഡിങ്ങിനകത്ത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റൻ ആണെന്ന് പറയാം. കാരണം ഇതിനകത്ത് ലെറ്റേഴ്സും മാറുന്നുണ്ട്, പൊസിഷനും മാറുന്നുണ്ട്. ഓക്കെ, ലെറ്റേഴ്സ് ഇതിനകത്ത് മാറുന്നുണ്ട്. ആ ലെറ്റേഴ്സ് മാറ്റി എഴുതി വെക്കുന്നത് വേറെ ഏതൊരു സ്ഥലത്താണ്. അപ്പൊ അവിടുത്തെ പൊസിഷന്റെ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എങ്കിലും നമുക്ക് ആൻസർ കൊടുക്കും. ലെറ്റേഴ്സ് മാറുന്ന ഫോർമാറ്റ് മനസ്സിലാക്കണം, പൊസിഷൻ ചേഞ്ച് ആവുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ നമുക്ക് എന്താണ് ഇതിനകത്ത് ആൻസർ കിട്ടും. അതാണ് മിക്സഡ് ടൈപ്പ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒയും എസും നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒയും ബാക്കിയുള്ള ലെറ്റേഴ്സുമായിട്ടുള്ള റിലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഒയും പി നമ്മുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ ഓ അതുപോലെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഒയും ബി നമ്മുടെ റിലേഷൻ നോക്കുക, ഒയും എഫ് നമ്മുടെ റിലേഷൻ. ഇതിനെ കഴിഞ്ഞിട്ട് ആറുമായിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണിത്. നമ്മൾ ഈ ഒരു പാറ്റേൺസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതൊക്കെ ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാകണം. ചെയ്ത് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാറ്റേൺ ആണ്. കാരണം ഈ മോഡലൊക്കെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആയിക്കൂടെ നമ്മൾ ചിന്തിക്കും. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: OPRS ABNO GHEF. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫോർമാറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് മാറുന്നത് +1 പൊസിഷൻ ആണ് മാറുന്നത്. ലെറ്റേഴ്സ് +1 പൊസിഷൻ ആണ് മാറുന്നത്. പക്ഷെ അതിന്റെ പൊസിഷൻ മാറുന്നത് ഈ ഒരു ഇതിലാണ്. ലെറ്റേഴ്സ് മാറിയിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവയ്ക്കുന്നത്. ഓ ഇവിടെ കൊണ്ടുവയ്ക്കുക, ഓയുടെ ലെറ്റർ മാറി ഇവിടെ കൊണ്ടുവരുന്നു, ആറ് ലെറ്റർ മാറി ഇവിടെ വരുന്നു, എയുടെ മാറി. അപ്പൊ രണ്ട് ലെറ്റേഴ്സ് വെച്ചുള്ള പൊസിഷൻ ചേഞ്ചിങ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തന്നിരിക്കുന്ന സിൽവർ നമുക്ക് എന്താണ് മാറ്റി എഴുതാൻ സാധിക്കത്തുള്ളൂ.
സിൽവറിനെ മാറ്റി എഴുതുമ്പം എസ് കഴിഞ്ഞിട്ട് ടി ഇവിടെ വരും, ഐ കഴിഞ്ഞിട്ട് ജെ ഇപ്പുറത്തോട്ട് വരും, എൽ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എം, ബി കഴിഞ്ഞിട്ട് ഡബ്ല്യു ഇവിടെ വരും, ഇ കഴിഞ്ഞിട്ട് എഫ് ഇവിടെ, ആർ കഴിഞ്ഞിട്ട് എസ് ഇവിടെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കോഡ് ചെയ്ത് മാറ്റേണ്ടി വരും. ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോഡ് ചെയ്ത് മാറ്റാൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. ഇത് കണ്ടുപിടിക്കാനുള്ള ടൈമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ എടുക്കുക. ഓക്കെ, അതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു ആ ഒരു രീതിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മങ്കി മങ്കി എന്ന വേർഡിനെ അവർ കോഡ് ചെയ്യുന്നത് എക്സ് ഡി ജെ എം എൻ എൽ. ഓക്കെ, ഇങ്ങനെയാണ് കോഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഇതിങ്ങനെ. അപ്പം എം എക്സ് നമ്മളെ റിലേഷൻ നിങ്ങൾ നോക്കുക, ഒയും ഡി നമ്മൾ എന്നും ജെയും നമ്മൾ കെയും എം ഇയും എന്നും വൈയും എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് ലോജിക്കലൊന്നും അവിടെ കിട്ടത്തില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ലെറ്റേഴ്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് അത് വന്നിട്ടുണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അവരത് വന്നിട്ടുണ്ടാവുക എന്നുള്ള രീതി നമ്മൾ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ഇട്ടിട്ട് ഈ ഒരു പോർഷൻ ഇപ്പുറത്തും ഈ ഒരു പോർഷൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, ലെറ്റേഴ്സ് മാറുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കുക, ഇപ്പോൾ കെ ഇ വൈ ആണല്ലോ, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനെ തിരിച്ചെഴുതുവാണ് വൈ ഇ കെ. അതുപോലെ എം ഒ എന്നെ അവർ എൻ ഒ എം എന്ന് എഴുതുവാണ് നോക്കുക. ഓക്കെ, നമ്മുടെ റീഅറേഞ്ച്മെന്റ് കോഡിങ്ങാണ് ഇവർ. ഇതിനെ പിടിച്ച് ഇപ്പുറത്തിട്ടും അത് തിരിച്ചെഴുതുന്നു. ഓക്കെ, ഇതിനെ പിടിച്ച് ഇപ്പുറത്തും അത് തിരിച്ചെഴുതുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, എക്സ് വൈ ഡി ജെ കെ എൻ എം ഒ എൻ എം എൽ. ഓക്കെ, എങ്ങനെ അധികം നോക്കിയേ, എക്സ് വൈ അവരെന്താ ചെയ്യുന്നത്, ഇതിപ്പം ഇതാണല്ലോ നമ്മുടെ മെയിൻ വേർഡ്. ഓക്കെ, അവിടെ ലെറ്റേഴ്സിന് അവർ തിരിച്ച് ബഗലോട് വന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, -1 ആണ് അല്ലേ. അതുപോലെ ഡി -1 ആണ്, കെ ജെ -1 ആണ്, എൻ എം -1 ആണ്, ഒ എൻ -1 ആണ്, എം എൽ -1 ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാ ലെറ്റേഴ്സും -1 പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ലെറ്റേഴ്സ് ചെയ്യുന്നത് -1 പൊസിഷൻ. പക്ഷേ എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് ഹാഫിനെ സെക്കൻഡ് ഹാഫിനെ ഇപ്പുറത്തോട് ഇടുകയും അതിനെ തിരിച്ചെഴുതുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഏതാണ്, ടൈഗർ ആണ്. ഓക്കെ, അപ്പൊ ടൈഗർ വരുന്ന സമയത്തുള്ള പ്രശ്നം, ഓക്കെ 5 ലെറ്റർ വേർഡ് ആണ്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ ക്വസ്റ്റ്യൻ ജസ്റ്റ് തിരുത്തുവാണ്, ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ടൈഗർ എന്ന വേർഡ് വരാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് മങ്കി എന്ന് പറയുന്ന വേർഡിൽ 6 ലെറ്റർ ഉണ്ടല്ലോ. അപ്പം ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ 6 ലെറ്റർ ഉള്ള വേർഡ് തന്നെ അവിടെ വരണം. അപ്പോൾ ടൈഗറിന് പകരം നമ്മളിപ്പോൾ സിൽവർ തന്നെ വെക്കുവാണ്. ഓക്കെ, സിൽവർ തന്നെ വെക്കുകയാണ്. ടൈഗർ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ നമുക്ക് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ഹാഫിനെ സെക്കൻഡിലും സെക്കൻഡ് ഹാഫിനെ ഫസ്റ്റ് എടുത്ത് തിരിച്ചിടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈഗറിൽ 5 ലെറ്റർ വേർഡേ ഉള്ളൂ അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിൽവർ നമുക്ക് നോക്കാം. ഓക്കെ, സിൽവർ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പകുതിക്ക് വെച്ച് ഡിവൈഡ് എന്ത് ചെയ്യുന്നു, ഈ വി ആറിനെ പിടിച്ച് ഇപ്പുറത്തോട്ടും സിൽവറിനെ പിടിച്ച് അപ്പുറത്തോട്ടും വരാം. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെങ്ങനെ വരുന്നത്, ആർ ഇ വി എന്നും എൽ ഐ എസ് എന്നും മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെയാണ് ലെറ്റേഴ്സിന് മാറ്റുന്നത്. എങ്ങനെയാണ്, ആറിന് തൊട്ട് മുൻ ലെറ്റർ ഏതാണ്, ക്യൂ ആണ്. ഇന് തൊട്ട് മുൻ ലെറ്റർ ഏതാണ്, ഡി ആണ്. വിക്ക് തൊട്ട് മുൻ ലെറ്റർ ഏതാണ്, യു ആണ്. എല്ലിന് തൊട്ട് മുൻ ലെറ്റർ എന്ന് പറയുന്നത് കെ ആണ്. ഐന് തൊട്ട് മുൻ ലെറ്റർ എച്ച് ആണ്. എച്ചിന് തൊട്ട് മുൻ ലെറ്റർ എന്ന് പറയുന്നത് ആർ ആണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഇത് ക്വസ്റ്റിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇതല്ലെങ്കിൽ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സിനും വേറൊരു ഫോർമാറ്റ് ഉണ്ടാവണം, എങ്കിൽ നമുക്ക് ടൈഗറിനെ മാറ്റി എഴുതാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ചേഞ്ച് വരുന്നത്, അതായത് പൊസിഷൻ ചേഞ്ച് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ വരുന്ന സമയത്ത് സെയിം നമ്പർ ഓഫ് ലെറ്റേഴ്സിനാണ് സാധാരണ വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഒരു എന്താണ് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇല്ലെങ്കിൽ വരുന്നത് എങ്ങനെയാണ്, ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് വരുന്നത് നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ലെറ്റർ കോഡിംഗ് പോലെ തന്നെയാണ് നമ്പർ കോഡിംഗ് എന്നും പറയുന്നത്. ഓക്കെ, നമുക്കൊരു വേർഡും അതിന്റെ ഒരു കോഡും തരും. ഓക്കെ, അത് നമ്പറിലായിരിക്കും നമുക്ക് തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾ എന്ന് പറയുന്ന വേർഡും അതിന്റെ കോഡ് തരും. ഞാൻ നേരെ താഴെ കോഡ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നമ്പർ കോഡിംഗ് ആകുമ്പോൾ നേരെ താഴെ നിർബന്ധമൊന്നുമില്ല, എങ്കിലും എഴുതാം. നമുക്കിതാ 07150112 എന്നാണ് കോഡ്. ഓക്കെ,
അപ്പോൾ ഗോൾ എന്ന് പറയുന്ന ലെറ്റേഴ്സിൽ വേർഡിലെ ലെറ്റേഴ്സിനെ അവരിങ്ങനെ ഈ ഒരു രീതിയിൽ കോഡ് ചെയ്തിരിക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയുടെ കോഡ് 0 ആണോ 07 ആണോ 071 ആണോ 0715 ആണോ 0715 ആണോ ജിയുടെ കോഡ് ഇത് നമുക്ക് അറിയില്ല. പക്ഷേ ഗോൾ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം അവിടെ മാറ്റി എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് വരുവാണെങ്കിൽ മെയിൻ ചെയ്യുന്നത് തന്നിരിക്കുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സിനും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തന്നിരിക്കുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സിനും അവിടെ കോഡ് വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്ന് വെച്ചാൽ ഗോളിന്റെ പൊസിഷൻസ് നോക്കുക. ഗോളിലെ വേർഡിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ നോക്കാം. ഇവിടെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജിയുടെ എന്ന് പറഞ്ഞാൽ 7 ആണ്, ഒയുടെ പൊസിഷൻ എന്താണ് 15 ആണ്, എയുടെ പൊസിഷൻ 1 ആണ്, എല്ലിന്റെ പൊസിഷൻ എന്താണ് 12 ആണ്. നിങ്ങൾ ഈ നമ്പേഴ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന നമ്പറും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അതുപോലെ അല്ല എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഗോളിന്റെ റിവേഴ്സ് പൊസിഷൻ ചെയ്തു. ജിയുടെ പൊസിഷൻ എത്രയാണ് 20 ആണ്, ഒയുടെ പൊസിഷൻ എന്താണ് 15 റിവേഴ്സ് പൊസിഷൻ 12 ആണ്, എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 26 ആണ്, എല്ലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 15 ആണ്. ഇത് എഴുതി നോക്കുക. എന്നിട്ട് ഈ നമ്പറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും എഴുതി നോക്കണമെന്നില്ല, നിങ്ങൾ ടേബിൾ നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്താണ്, ഇതിന്റെ പൊസിഷൻസ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അതാ 07 15 01 12. ഓക്കെ, അതായത് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ പൊസിഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതിക്കുന്നത്. നിങ്ങൾക്ക് ആ ലെറ്ററും അതിന്റെ പൊസിഷനും നോക്കിയിട്ട് ഈ നമ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വേർഡിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വെച്ചുള്ള കോഡിങ് ആകാം, റിവേഴ്സ് പൊസിഷൻ വെച്ചുള്ള കോഡിങ് ആകാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പൊസിഷൻസിന്റെയോ റിവേഴ്സ് പൊസിഷന്റെയോ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസോ, അതായത് കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, ഗുണിക്കുക, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സ്ക്വയർ, ക്യൂബ്, അങ്ങനത്തെ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പൊസിഷൻ വെച്ചാണ് കോഡ് ചെയ്യുന്നത് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് പ്ലാനിന് ഈസി ആയിട്ട് കോഡ് ചെയ്തൂടെ? എങ്ങനെയായിരിക്കും പ്ലാനിന്റെ കോഡ് എന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത് 16 ആണ്, 16 അതുപോലെ ഇടുന്നു. എൽ വരുമ്പോഴത്തേക്കും 12 ആണ്, 12 അതുപോലെ ഉണ്ട്. A1 ആണ്, ഇവിടെ നമുക്കറിയാം ഈ ഫോർമാറ്റിൽ 01 എന്നാണ് കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നു, 01 എന്ന് കൊടുക്കുന്നു. N എത്രയാണ് 14 ആണ്. ആൻസർ ഇതാണ്. കമ്പാരിറ്റീവ്ലി നമ്പർ കോഡിങ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. പെട്ടെന്ന് നമുക്ക് എന്താണ് ആൽഫബറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പർ കോഡിങ് മനസ്സിലാക്കാൻ പറ്റും, ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 2 വേർഡ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 2 വേർഡുകൾ എക്സാമ്പിൾ ആയിട്ട് വരുന്ന എപ്പോഴാണ്, ലോജിക്കൽ ഒന്നിലധികം ആകുമ്പോഴാണ്. ഒന്നിലധികം ലോജിക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 വേർഡുകൾ കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഏപ്രിൽ എന്നൊരു വേർഡ് വന്നിട്ടുണ്ട് അല്ലെ, ഏപ്രിൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലെറ്റേഴ്സ് അവർ നമ്പേഴ്സ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 6 21 23 14 17 ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ അറിയാം 1 2 3 4 5 ലെറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ 5 നമ്പർ എഴുതിയത് പോലെയാണ്. അപ്പം ഓരോ ലെറ്ററിനും ഓരോ നമ്പർ ഇതാണ് എന്നുള്ള രീതിയിൽ അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ നമ്പറുമായിട്ട് മാത്രം കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ മെയ് എടുക്കുവാണ്. മെയ് എടുക്കുന്ന സമയത്ത് നമ്പർ വരുന്നത് 16 4 28. ചോദിക്കുന്നത് ജൂണിന്റെ കോഡാണ്. ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പൊ ഏപ്രിൽ ഈ ലെറ്റേഴ്സ് ഈ നമ്പർ എന്തുകൊണ്ട് വന്നു, നിങ്ങൾ എന്ത് ചെയ്യാം, ഏപ്രിലിന്റെ പൊസിഷൻസ് നോക്കുക. ഓക്കെ, ഏപ്രിലിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയുടെ പൊസിഷൻ 1 ആണ്, പിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 16 ആണ്, ആറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 18 ആണ്, ഐയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 9 ആണ്, എല്ലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 12 ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ഈ പൊസിഷൻസ് ഒന്നും അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ, ഇതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ റിവേഴ്സ് പൊസിഷൻ നോക്കുക. എയുടെ റിവേഴ്സ് പൊസിഷൻ 26 ആണ്, പിയുടെ റിവേഴ്സ് പൊസിഷൻ 11 ആണ്, ആറിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 9 ആണ്, ഐയുടെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 18 ആണ്, എല്ലിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് 15 ആണ്. ഈ നമ്പേഴ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതുമല്ല അവിടെ കിടക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ പൊസിഷൻസോ റിവേഴ്സ് പൊസിഷൻസോ അല്ല അവിടെ കിടക്കുന്നത്, നമുക്ക് എന്താണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊസിഷന്റെയോ റിവേഴ്സ് പൊസിഷന്റെയോ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ എയുടെ പൊസിഷൻ 1 ആണ്, ഈ 1ന്റെ കൂടെ 5 കൂട്ടിയതാണ് നമുക്ക് എന്തെന്ന് പറയാം, 6 എന്ന് പറയാം. ഈ 16ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, 21 വരുന്നുണ്ട്. 18ന്റെ 5 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 23 വരുന്നുണ്ട്. 9ന്റെ 5 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 14 ഇടുന്നുണ്ട്. 12ന്റെ 5 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 17 ഇടുന്നുണ്ട്. അപ്പം തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസിന്റെ കൂടെ 5 കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, കോഡിലെ നമ്പേഴ്സ് എന്നാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലായ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വേർഡിലും അതേ സാധനമാണോ വന്നിരിക്കുന്നത് നോക്കുക. ഇപ്പൊ മെയ് എടുക്കുമ്പോൾ മെയ്യുടെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ നോക്കുമ്പോൾ 13 1 25 ആണ്. ഇതിന്റെ കൂടെ +5 എന്ന് പറയുന്ന നമ്പർ കൂട്ടി തന്നെയാണോ ഈ വന്നതെന്ന് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ 13 16 ആണ്.
13 16 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് 3 ആണ് കൂട്ടിക്കുന്നത്. 3 എന്ന് പറഞ്ഞ നമ്പറാണ് കൂട്ടിക്കുന്നത് അല്ലെ. A1 4 ആകുന്നു, അവിടെയും 3 ആണ് കൂട്ടുന്നത്. 25 20 ആകുന്നു, അവിടെയും 3. അപ്പം +5 എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ല ഇവിടെ കൂട്ടിക്കുന്നത് അല്ലെ. അപ്പം ആ ലോജിക്ക് മറ്റെന്തോ ആണ്. ഓക്കെ, നമുക്ക് ഏപ്രിലിലെ ലെറ്റേഴ്സിന്റെ പൊസിഷനോടെ 5 കൂട്ടി എന്ന് പറയുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് നമ്പർ 5 കൂട്ടി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെയും +5 കൂട്ടി എഴുതണമായിരുന്നു. എങ്കിൽ നമുക്ക് ജൂണിലെ ലെറ്റേഴ്സിന്റെ പൊസിഷനോടെ +5 കൂട്ടുമ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല വന്നിരിക്കുന്നത്. അപ്പം ആ +5ഉം +3 ആണ് വന്നിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. മെയ് ആണെങ്കിലോ 3 ലെറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതിന്റെ പൊസിഷന്റെ കൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്പർ വന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ +5 കൂട്ടിയാണ് നമ്പർ ചെയ്യുന്നത്, ഇവിടെ എന്താണ് +3 കൂട്ടിയാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂണിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യണം? +4 കൂട്ടണം. കാരണം ജൂണിൽ 4 ലെറ്ററേ ഉള്ളൂ അല്ലെ. അപ്പൊ +4 കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എന്താവും? ആൻസർ ആവും. നിങ്ങൾ നോക്കുക, ജെയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 10 ആണ്, 14. യുവിന്റെ എന്ന് പറയുന്നത് 21 ആണ്, അപ്പം 25. അത് കഴിഞ്ഞിട്ട് എന്നെ വരുന്ന സമയത്ത് 14 19 ആവും. ഈ ആകുമ്പോൾ എന്താവും? 10 ആവും. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ടേബിളിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പൊസിഷനും റിവേഴ്സ് പൊസിഷനൊക്കെ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആൻസറിലോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് എന്ന് പറയുന്ന വേർഡ് തരുന്നുണ്ട്. 8 21 22 എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക്. ബ്ലൂവിന്റെ കോഡ് തന്നിട്ടുണ്ട്. 241451 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏത് ലെറ്ററിന്റെ നമ്പർ ആണ് ഏതെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ പൊസിഷൻസ് റിവേഴ്സ് പൊസിഷൻ എന്നാണ് ആദ്യം എഴുതി നോക്കുക. അപ്പം റെഡിന്റെ കേസിൽ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6ന്റെ പൊസിഷൻ എന്താണ്? 18 ആണ്. അതുപോലെ ഇയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഡി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 18 5 4 നിങ്ങൾ നോക്കുമ്പോൾ ഈ നമ്പറുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് തോന്നുന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അതിന്റെ റിവേഴ്സ് പൊസിഷൻ എഴുതി നോക്കുക. റിവേഴ്സ് പൊസിഷൻ ആവുന്ന സമയത്ത് 9 ആണ് 6. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22 ആണ്. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 ആണ്. ഓക്കെ, എന്നിട്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ നമ്പറല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? 9 ൽ 1 കുറയുന്ന ഒരു 8 എന്നൊരു നമ്പർ അവിടെ വന്നിട്ടുണ്ട്. 22 ൽ 1 കുറയുന്ന 21 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 23 1 കുറയുന്ന 22 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ റിവേഴ്സ് പൊസിഷനിൽ നിന്നും 1 കുറഞ്ഞിട്ടുള്ള നമ്പറാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐഡിയ കിട്ടും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത വേർഡ് നോക്കുക. കാരണം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പിച്ചേക്കുക. ഓക്കെ, അപ്പൊ ബി എടുക്കുകയാണ്. ബിയുടെ റിവേഴ്സ് പൊസിഷൻ എത്രയാണ്? 25 ആണ്. 25 നിന്ന് 1 പോകുന്നതാണ് 24 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ എൽ എടുക്കണം. എല്ലിന്റെ റിവേഴ്സ് പൊസിഷൻ 15 ആണ്. 15 നിന്ന് 1 പോകുന്നതാണെന്ന് പറയുന്നത് 40 എന്നാണ്. യുവിന്റെ റിവേഴ്സ് പൊസിഷൻ 6 ആണ്. 6 നിന്ന് 1 പോകുന്നതാണ് 5 എന്ന് പറയുന്നത്. ഇയുടെ റിവേഴ്സ് പൊസിഷൻ 22 ആണ്. 22 നിന്ന് 1 പോകുന്നതാണ് 21. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്നത് വേർഡിലെ റിവേഴ്സ് ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷനിൽ നിന്നും 1 കുറച്ച നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാം? പിങ്ക് എടുക്കുക. അതിന്റെ റിവേഴ്സ് പൊസിഷൻ ആദ്യം നോക്കുക. പി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റിവേഴ്സ് പൊസിഷൻ 11 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഐ എന്ന് പറയുമ്പോൾ റിവേഴ്സ് പൊസിഷൻ 18 ആണ്. നിങ്ങൾക്ക് എന്ത് എഴുതാം? 17 എഴുതാം. എൻ വരുമ്പോൾ റിവേഴ്സ് പൊസിഷൻ 13 ആണ്. 13 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 12 എഴുതാം. കെയുടെ റിവേഴ്സ് പൊസിഷൻ 16 ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 15 എഴുതാം. നിങ്ങളുടെ ആൻസർ ആവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആൽഫബറ്റ് ടേബിളിൽ നോക്കി അതിന്റെ പൊസിഷൻസും റിവേഴ്സ് പൊസിഷൻ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കാരണം ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനും നമ്പർ കൊടുക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പൊ എല്ലാ ലെറ്റേഴ്സിനും ഇവിടെ എന്തുണ്ട്? നമ്പർ ഉണ്ട്. അത് നിങ്ങൾ എന്താണ് പൊസിഷൻ വെച്ചാണോ റിവേഴ്സ് പൊസിഷൻ വെച്ചാണോ അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. In certain code language, black is coded as 23132. Okay, black 23132. Okay, അതുപോലെ ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറയുന്നത് 2335 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രൗണിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സമയത്ത് ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്ലാക്ക് നോക്കുക. 23132. ബ്ലാക്കിന്റെ പൊസിഷൻസ് ഒന്ന് എഴുതുക. ബ്ലാക്കിന്റെ പൊസിഷൻസ് ചെയ്യുന്ന സമയത്ത് 2, എല്ല് വരുന്ന സമയത്ത് 12,
എ വരുന്ന സമയത്ത് 1, സി വരുന്ന സമയത്ത് 3, കെ വരുന്ന സമയത്ത് 11. അതും ഈ നമ്പേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 വന്നിട്ടുണ്ട്, എയുടെ 1 വന്നിട്ടുണ്ട്, സിയുടെ 3യും വന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റാണ് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലിനും കെയിനും നമുക്ക് എന്താണ് നമ്പർ ഡിഫറെൻ്റ് ആണ്. 12 അല്ല ഇവിടെ എഴുതിക്കുന്നത്, 11 അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബ്ലൂ നോക്കുമ്പോഴത്തേക്കും ബ്ലൂവിൻ്റെ 2 വന്നിട്ടുണ്ട്. കാരണം ബ്ലൂവിന് 2, എൽ എന്ന് പറയുമ്പോഴത്തേക്കും 12, യു എന്ന് പറയുമ്പോൾ 21, ഇ എന്ന് പറയുമ്പോൾ 5. അവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ബിയുടെ 2 വന്നിട്ടുണ്ട്, ഇയുടെ എന്താണ് 5ഉം വന്നിട്ടുണ്ട്. ബാക്കി 2 ലെറ്റേഴ്സിൻ്റെ നമ്പർ വേറെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 അതുപോലെ വന്നിട്ടുണ്ട്, 1 അതുപോലെ വന്നിട്ടുണ്ട്, 3. എന്തുകൊണ്ട് എല്ലിന് 12 എഴുതിയില്ല, 12ന് പകരം ഒരു 3 എഴുതി? അതുപോലെ എന്തിന് കെയിന് 2 എഴുതി, 11ന് പകരം 2 എഴുതി എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഡിജിറ്റ്സിന്റെ സം എടുത്ത് നോക്കുക. 1+2 എന്താണ് 3 ആണ്, 1+1 എന്താണ് 2 ആണ്. നിങ്ങൾ നോക്കുമ്പോൾ സിംഗിൾ ഡിജിറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, അവർ അതുപോലെ എഴുതി. 2 ഡിജിറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, സം എടുത്തു എന്ന് മനസ്സിലാക്കണം. ഇത് അത്യാവശ്യം എക്സാമുകളിലൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ലോജിക് ആണ് കേട്ടോ, ഈ ഡിജിറ്റ്സിന്റെ സമ്മ് ഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 അതുപോലെ വന്നു, ഈ അതുപോലെ 5 അതുപോലെ വന്നു. ഇവിടെ 12 ആയിരുന്നു, 1+2 3 വന്നു. ഇവിടെ 21 ആണ്, 2+1 എന്ത് ചെയ്യുന്നു 3 വന്നു. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, സിംഗിൾ ഡിജിറ്റ് അതുപോലെ എഴുതും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ബിയുടെ പൊസിഷൻ എന്താണ് 2 അതുപോലെ എഴുതും. ആർ എന്താണ് 2 ഡിജിറ്റ് ആണ്, 1+8 എന്ത് ചെയ്യും 9 എഴുതും. ഓ 15 ആണ്, 1+5 6 വരും. ഡബ്ല്യു വരുന്ന സമയത്ത് 2+3 5 വരും. എൻ വരുമ്പോഴത്തേക്കും 1+4 5 വരും. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോകാം. ഇങ്ങനെ നമുക്ക് എന്താണ് ആൻസറിലോട്ട് പെട്ടെന്ന് പോകാൻ സാധിക്കും. കോഡിന്റെ ലോജിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ. അതൊന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് ചെയ്ത് വരുന്ന സമയത്ത് ഇച്ചിരി സ്പീഡ് നിങ്ങൾ കൂടിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് റോസ് ഈസ് സ്കോർഡ് ആസ് 6821, chair is scored as 73456. What will be the code for search? Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റോസും ചെയറും സെർച്ചും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്തുള്ള ലെറ്റേഴ്സാണ്. ദാ എസ് ഇവിടെ കിടപ്പുണ്ട്, ഇ ഇവിടെ ഉണ്ട്, എ ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, സിയും ഇവിടെ ഉണ്ട്, എച്ച് ഇവിടെ ഉണ്ട്. ഇവരെല്ലാം എന്താണ് ഇതിനകത്തുള്ള ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പം ഈ ഒരു ഫോർമാറ്റ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാം, തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ വേർഡിനകത്ത് നിന്ന് എടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ, പുറത്തുനിന്ന് പുതിയതായിട്ട് വല്ല വേർഡോ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സെയിം ലെറ്റേഴ്സ് ഇതിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന വേർഡിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിന്റെ നമ്പർ അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസിന്റെ പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണ് 2 ആണ്, ഞാൻ 2 അങ്ങ് എഴുതുന്നു. ഇയുടെ പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണ് 1 ആണ്, 1 അതുപോലെ എഴുതുന്നു. എയുടെ വരുന്ന സമയത്ത് 4 ആണ്, 4 എഴുതി. ആർ വരുന്ന സമയത്ത് 6 ആണ്, 6 എഴുതുന്നു. സി വരുന്ന സമയത്ത് 7 ആണ്, 7 എഴുതുന്നു. എച്ച് വരുന്ന സമയത്ത് 3 ആണ്. ഇത് എടുത്ത് എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എപ്പോഴും തന്നിരിക്കുന്ന വേർഡിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, വേർഡിലെ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കുക. വേർഡിലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്തുള്ളതാണെങ്കിൽ പിന്നെ നിങ്ങൾ ലോജിക് ഒന്നും കണ്ടുപിടിക്കാൻ വെറുതെ പോകണ്ട, ജസ്റ്റ് നമ്പേഴ്സ് എടുത്ത് എഴുതിയാൽ മാത്രം മതി നിങ്ങളുടെ ആൻസർ. വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ SSC എക്സാമിൽ വളരെ എന്താ പറയുക പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു നമ്പർ കോഡിംഗ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പാറ്റേൺ ആണ്. നിങ്ങൾ ജസ്റ്റ് എപ്പോഴും ചെയ്യാം ഈ ഒരു ഫോർമാറ്റ് വരുമ്പോൾ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് ചോദിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നിരിക്കുന്ന എക്സാമ്പിൾ വേർഡിലുള്ളതാണെന്ന് നോക്കുക. എങ്കിൽ പിന്നെ ലോജിക് കണ്ടുപിടിക്കാൻ നോക്കണ്ട. ചിലപ്പോൾ ലോജിക് കാണത്തില്ല, ലോജിക് ഉണ്ടെങ്കിലും നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നമുക്ക് അവിടെ കിടപ്പുണ്ട് നമ്പർ, അതങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി, നമുക്ക് എന്തായി ആൻസർ ആയി. ഓക്കെ, നമ്മൾ ലെറ്റർ കോഡിങ്ങിനകത്ത് ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഒരു ലാസ്റ്റ് ഒരു ഫോർമാറ്റിൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്പർ കോഡിങ്ങിനകത്തും കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ വരുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, അതായത് സിംഗിൾ നമ്പർ കോഡിങ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കണ്ട ഫോർമാറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വേർഡ് തന്നു കഴിഞ്ഞാൽ ആ വേർഡിലെ എല്ലാ ലെറ്റേഴ്സിനും നമ്പർ ഉള്ള രീതിയിലായിരുന്നു എന്ത് ചെയ്യുന്നത് കോഡ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇത് ഓരോന്നും ഓരോ ലോജിക് ആട്ടോ, ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിംഗിൾ നമ്പർ വെച്ച് കോഡ് ചെയ്താൽ ഇത് ബ്ലൂ എന്ന് പറയുന്നതിന് 22 എന്ന് കോഡ് കൊടുത്തു,
ഗ്രീനിന് 13 കൊടുത്തു, യെല്ലോയ്ക്ക് 4 കൊടുത്തു, ബ്ലാക്കിന് 16 കൊടുത്തെങ്കിൽ വൈറ്റിന്റെ കോഡ് എന്തായിരിക്കും? ഇതെല്ലാം ഒരേ ലോജിക്കിൽ വരുന്ന കോഡുകളാണ്. അപ്പം ബ്ലൂവിന് 22 എന്നൊരു ലോജിക് ഉണ്ട്, ബ്ലൂവിന് 22 വരാനൊരു ലോജിക് ഉണ്ട്. അതേ ലോജിക്കിലാണ് ഗ്രീനിന് 13 വരുന്നതും യെല്ലോയ്ക്ക് 4 വരുന്നതും ബ്ലാക്കിന് 16 വരുന്നത്. ആ ലോജിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം സിംഗിൾ നമ്പർ കോഡിംഗ് ആണ്. അപ്പം സിംഗിൾ നമ്പർ കോഡിങ്ങിൽ എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്പർ ഓഫ് ലെറ്റേഴ്സിന്റെ കൺസെപ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്ററിന്റെ പൊസിഷനോ അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷനോ എടുത്ത് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഈ പൊസിഷന്റെ റിവേഴ്സ് പൊസിഷന്റെ സമ്മോ ഡിഫറൻസോ മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. സ്ക്വയർ ക്യൂബ് കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, വവൽസിന്റെയും കൺസണൻസിന്റെയും കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് എന്താണ് ഇതിനകത്ത് ഉപയോഗിച്ച് കാണാറുണ്ട്. അതിൽ കുറച്ച് ഒരു 5 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ല 6 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ, ഒരേ വേർഡ്സ് തന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, നിങ്ങൾക്ക് ഇപ്പം എക്സാമിന് വരുന്ന സമയത്ത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടേ കാണത്തുള്ളൂ. ബ്ലൂവിന് 22, ഗ്രീനിന് 13, യെല്ലോന് 4, ബ്ലാക്കിന് 16 ആണെങ്കിൽ വൈറ്റിന്റെ കോഡ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അല്ലെങ്കിൽ ബ്ലൂവിന് 7, ഗ്രീനിന് 21, യെല്ലോയ്ക്ക് 48, ബ്ലാക്കിന് 13 എന്ന് പറഞ്ഞ് കൂടിയുവാണെങ്കിൽ വൈറ്റിന്റെ കോഡ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. കാരണം ഒന്നിലധികം എക്സാമ്പിൾ തരും. കാരണം സിംഗിൾ നമ്പർ കോഡിങ്ങിനും ഒരുപാട് ലോജിക്കൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ലോജിക്കൽ നമുക്ക് ഒരു വേർഡ് ഒരു നമ്പർ വെച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഒന്നിലധികം എക്സാമ്പിൾ തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, സിംഗിൾ നമ്പർ കോഡിങ് വരുമ്പോഴത്തേക്കും 2 3 എക്സാമ്പിൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വേർഡിന്റെ പൊസിഷൻസും റിവേഴ്സ് പൊസിഷനും എഴുതുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂവിന്റെ എഴുതുവാണ്. ബ്ലൂവിന്റെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ബിയുടെ 2 ആണ്, എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 ആണ്, യു എന്ന് പറഞ്ഞാൽ എത്രയാണ് 21 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്. പൊസിഷൻസ് എഴുതി. അതുപോലെ തന്നെ ബ്ലൂവിന്റെ റിവേഴ്സ് പൊസിഷൻസ് ഞാൻ എഴുതുവാണ്. അപ്പോൾ റിവേഴ്സ് പൊസിഷൻ എഴുതുന്ന സമയത്ത് ബിയുടെ എന്താണ് 25 ആണ്, എൽ വരുന്ന സമയത്ത് 15 ആണ്, യു വരുന്ന സമയത്ത് 6 ആണ്, ഇ വരുന്ന സമയത്ത് 22 ആണ്. ഇതൊന്ന് ആദ്യം എഴുതും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ബ്ലൂവിൻ്റെ ഈ പൊസിഷൻസും കിടപ്പുണ്ട്, റിവേഴ്സ് പൊസിഷനും കിടപ്പുണ്ട്. ഇതുമായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്തെങ്കിലും ലോജിക് കിട്ടുന്നുണ്ടോ നോക്കും. ഈ നമ്പറുകൾ അതുപോലെ ഇതിനകത്ത് വരുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ ഇതിനകത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടൊക്കെ വരുന്നില്ല, എന്ത് പാറ്റേണിൽ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഒരു വേർഡിന്റെ പൊസിഷൻസും റിവേഴ്സ് പൊസിഷനും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കോഡുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കോഡ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ കണ്ടുപിടിക്കുക, മൂന്നാമത്തെ കണ്ടുപിടിക്കുക, നാല് മാക്സിമം ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പെട്ടെന്ന് ലോജിക് കണ്ടുപിടിച്ചു, രണ്ടാമത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ലോജിക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ടൈം എടുക്കുകയാണ്, നിങ്ങൾ ഉടനെ എന്ത് ചെയ്യാം, അത് അവിടെ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിനകത്തുള്ള ഈ ഒരു ഫോർമാറ്റ് വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, ചിലത് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യൻ അത് സ്റ്റക്ക് ആവുക, അത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏതൊരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്ക് ആകാൻ പാടില്ല, അവിടെ സ്റ്റോപ്പ് ആകാൻ നമ്മൾ പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ലോജിക്കുകൾ പറയാൻ പോവാണ്. നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെയാണല്ലേ വരുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ക്ലാസ് ഉപയോഗമായിട്ട് വരിക നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പോൾ ബി എന്ന് പറയുന്ന റിവേഴ്സ് പൊസിഷൻ 25 ആണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ 25 ആണ്. അതുകൊണ്ട് 25 ഒരു 3 കുറച്ച് നമ്പറാണ് 22. അങ്ങനെ ഒരു ഫോർമാറ്റിൽ വന്നതാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ലോജിക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ സാറ്റിസ്ഫൈ ചെയ്യണം, ഗ്രീന് 13 വരുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെയാണ്, ജിയുടെ റിവേഴ്സ് പൊസിഷൻ, ജിയുടെ റിവേഴ്സ് പൊസിഷൻ എന്താണ്, ജിയുടെ റിവേഴ്സ് പൊസിഷൻ 20 ആണ്. 20യിൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 17 ആണ് വരേണ്ടത്, ഇവിടെ 13 ആണ് കിടക്കുന്നത്. അപ്പം ആ ഒരു ലോജിക്ക് അല്ല, അത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടായിരിക്കും, ഈ നമ്പർ അതുപോലെ എഴുതിയിരിക്കുന്നതല്ലേ ഇവിടെ. അതായത് ഈ നമ്പർ എന്താ, ഈ ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ ആണ് 22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ വെച്ച് കോഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. നമുക്ക് നോക്കാം. ഗ്രീൻ എടുക്കുവാണ്, എന്നിന്റെ റിവേഴ്സ് പൊസിഷൻ നോക്കി 13 ആണ്. 13 അല്ലേ അവിടെ വന്നിരിക്കുന്നത്, കൺഫേം ചെയ്യാം. ഡബ്ല്യു എടുക്കുകയാണ്, ഡബ്ല്യുവിന്റെ റിവേഴ്സ് പൊസിഷൻ നോക്കിയേ 4 അല്ലേ അവിടെ വന്നിരിക്കുന്നത്. കെയുടെ റിവേഴ്സ് പൊസിഷൻ നോക്കുക, കെയുടെ റിവേഴ്സ് പൊസിഷൻ എന്താണ് 16 ആണ്. 16 അല്ലേ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ വെച്ചാണ് ഇവിടെ കോഡിങ് നടന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ലാസ്റ്റ് ലെറ്ററിന്റെ റിവേഴ്സ് പൊസിഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വേർഡിലേക്ക് പോവാം. തന്നിരിക്കുന്ന വേർഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ലെറ്റർ ഏതാണ്, ഇ ആണ്. ഇയുടെ റിവേഴ്സ് പൊസിഷൻ എത്രയാണ് 22 ആണ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും 22 ആയിരിക്കും. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ തന്നിരിക്കുന്ന പൊസിഷനും അതിന്റെ റിവേഴ്സ് പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കാം ആ നമ്പർ വന്നിട്ടുണ്ടാവുക, അതിനകത്ത് നിന്ന് എന്തെങ്കിലും കൺസെപ്റ്റ് ഉപയോഗിച്ചായിരിക്കും നമ്പർ വന്നിട്ടുണ്ടാവുക, അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
രണ്ടാമത്തെ ലോജിക്കിൽ വരുമ്പോൾ നിങ്ങൾ 7 എന്ന് പറയുന്ന നമ്പർ എങ്ങനെ ഈ നമ്പറുകളിനകത്ത് നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ 7 വരാം അങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 7 വരാം. നിങ്ങൾ നോക്കുമ്പോൾ അതെന്താണ് ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിന്റെയും പൊസിഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിന്റെയും പൊസിഷൻ എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് 7 വരുന്നുണ്ട്. ഇത് കൺഫേം ചെയ്യണം. എങ്ങനെയാണ് ജിയുടെയും എന്നിന്റെയും പൊസിഷൻസ് നോക്കുക. ജിയുടെ പൊസിഷൻ എത്രയാണ് 7 ആണ്. ഓക്കെ, 7 ആണ്. എന്നിന്റെ പൊസിഷൻ എത്രയാണ് 14 ആണ്. ഓക്കെ, 14ഉം 7ഉം കൂടെ നിങ്ങൾ കൂട്ടുവാണ്. 14 7 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത് 21 ആണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. വൈയും ഡബ്ല്യൂ നോക്കുകയാണ്. വൈയുടെ പൊസിഷൻ എത്രയാണ് 25 ആണ്. ഡബ്ല്യൂ എത്രയാണ് 23 ആണ്. രണ്ട് കൂടെ നമുക്ക് എന്താ വരുന്നത് 48 ആണ് വരുന്നത്. 48 ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബിയും കെയും എല്ലാം നിങ്ങൾ നോക്കണമെന്നില്ല. 2-3 വേർഡ്സ് നോക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം നോക്കണമെന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ബിയും കെയും വരുവാണ്. ബിയും കെയും വരുമ്പോൾ ബിയുടെ പൊസിഷൻ 2 ആണ്. കെയുടെ പൊസിഷൻ എന്താണ് 11 ആണ്. 11 + 2 എന്താണ് 13 ആണ്. കഴിഞ്ഞു. ഫോർമാറ്റ് കൺഫേം ചെയ്തു നമ്മൾ എന്താണ്. ഇനി ഡബ്ല്യൂയും ഇന്റെ പൊസിഷൻ കൂടെ നമുക്ക് ആൻസർ ആവണം. 23ഉം 5 എത്ര വരും 28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കഴിഞ്ഞു. അടുത്ത ലോജിക്ക് കുറച്ച് ടൈം എടുക്കുക. ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ലെറ്ററിന്റെ പൊസിഷനും ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷനും അല്ലെ കൂട്ടുവാണ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ലൊരു ലോജിക്കാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. കാരണം ഈ ഒരു ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ചിന്തിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ലോജിക്ക് നമ്മൾ ചിന്തിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് മൈൻഡിലോട്ട് വരുന്ന ലോജിക്കല്ല. ചിലർക്ക് പെട്ടെന്ന് കത്തും. കാരണം നമ്പറൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങൾക്ക് 26 എങ്ങനെ വന്നു? 26 പല രീതിയിൽ ഇതിനകത്ത് വരാം. പല കൺസെപ്റ്റ് യൂസ് നമുക്ക് 26 വരാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ലാസ്റ്റ് 2 ലെറ്ററിന്റെ സം എടുക്കുമ്പോൾ എന്താണ് 26 എന്ന് വരുന്നില്ലേ? ലാസ്റ്റ് 2 ലെറ്ററിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 26 വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ലാസ്റ്റ് 2 ലെറ്റർ എടുത്ത് നോക്കിയേ 14 5 ആണ് 19 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താ 10 വന്നിരുന്നത്. അപ്പൊ അതല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഈ ലാസ്റ്റ് 2 ലെറ്ററിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ വേർഡിലെ 2 വവൽസ് ആണ് അവര് അല്ലെ. ആ വേർഡിലെ 2 വവൽസ് ആണ് അവര്. ആ വവൽസിന്റെ പൊസിഷന്റെ സം എടുത്തു എന്ന് വേണേൽ നമുക്ക് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 2 വവൽസ് ആരൊക്കെയാണ്? ഇയും ഇയും. ഇയുടെ പൊസിഷൻ എന്താണ് 5. 5 + 5 10. ഓക്കെ, അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇയും ഓയും. ഓക്കെ, 5ഉം 15 എത്ര വരും 20 വരും. ഇവിടെ ഒരൊറ്റ വവലേ ഉള്ളൂ. അതാരാണ് എ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വന്നു 1 വന്നു. അപ്പം വവലിന്റെ അല്ലെ വവൽസിന്റെ പൊസിഷന്റെ സം ആണ് എന്ന് നമുക്ക് പറയാം. വവൽസ് എടുക്കുമ്പോൾ ആ വവൽസിന്റെ പൊസിഷൻസിന്റെ മാത്രം സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെയുള്ള നമ്പേഴ്സ് ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആരൊക്കെയാണ്? ഐയും ഇയും ആണ് അല്ലെ. ഐയുടെ പൊസിഷൻ എന്താണ് 9 ആണ്. 9 + 5 14 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും ഇവിടെ. അടുത്തിലേക്ക് വരുവാണ്. അടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ 40 വരാം എന്നാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും സം എന്നൊരു കൺസെപ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. കൂട്ടിയിട്ടുണ്ടാകണം. അപ്പൊ എന്ത് കൂട്ടിയാൽ 40 കിട്ടുമെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 12ഉം 2ഉം 21ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും. അതായത് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ എല്ലാം കൂടെ പൊസിഷൻസ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ തന്നെ. അപ്പം എന്താണ് ലെറ്റേഴ്സിന്റെ എല്ലാം കൂടെ പൊസിഷന്റെ സം. അതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അതൊക്കെ അത്യാവശ്യം നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ലോജിക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യും. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കും എന്തായാലും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന പോലെ ലെറ്റേഴ്സിന്റെ എല്ലാത്തിൻ്റെ പൊസിഷൻസ് കൂട്ടുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റിന്റെ പൊസിഷൻസ് എല്ലാം കൂടെ കൂട്ടണം. ഡബ്ല്യു വരുമ്പോഴത്തേക്കും 23 ആണ്. എച്ച് വരുന്ന സമയത്ത് എത്രയാണ്? എച്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 8 ആണ്. 23 + 8 പ്ലസ് ഐയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് ടിയുടെ പൊസിഷൻ 20 ആണ്. ഇയുടെ പൊസിഷൻ 5 ആണ്. ഇതെല്ലാം അവിടെ കൂട്ടണം. ഓക്കെ, 23ഉം 8ഉം 31 40 60 65 65 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ലോജിക്കും കുറച്ച് എന്താണ് ടൈറ്റ് ആണ്. നിങ്ങൾ ചിലപ്പം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അത് ലോജിക്ക് കണ്ടുപിടിക്കാനായിട്ട്. അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെറ്ററിന്റെ ലാസ്റ്റ് പൊസിഷൻ്റെ കൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടിയാണ് എഴുതിക്കുന്നത്. ലാസ്റ്റ് പൊസിഷൻ പ്ലസ് നമ്പർ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് പൊസിഷൻ 5 അല്ലേ. 5-നൂടെ 1 2 3 4 ലെറ്റർ. 5 + 4 9. ഇവിടെ ലാസ്റ്റ് ലെറ്റർ എൻ ആണ്. എന്റെ പൊസിഷൻ 14 ആണ്. ഇവിടെ എത്ര ലെറ്റർ ഉണ്ട് നോക്കിയേ? 5 ലെറ്റർ ഉണ്ട്. 14 + 5 19. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡബ്ല്യു 23 ആണ്. എത്ര ലെറ്റർ ഉണ്ട്? 6 ലെറ്റർ ഉണ്ട്. 20. അപ്പം ലാസ്റ്റ് ലെറ്ററിന്റെ പൊസിഷനൂടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂട്ടുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് ലാസ്റ്റ് ലെറ്റർ ആരാണ്? ഇ ആണ്. ഇയുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് അവിടെ എത്ര വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 10 ആൻസർ കിട്ടും. ലാസ്റ്റ് വൺ വളരെ സിമ്പിൾ ആണ്. കാരണം നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. എല്ലാം എന്താണ്? പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സ് ആണ് അല്ലെ. 64 എന്ന് പറയുന്നത്
4ന്റെ ക്യൂബാണ്, ഇത് 5ന്റെ ക്യൂബാണ്, ഇത് 6ന്റെ ക്യൂബാണ്, ഇത് 5ന്റെ ക്യൂബാണ്. ഇതെല്ലാം പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 4ഉം 5ഉം 6ഉം 5ഉം എങ്ങനെ വന്നു നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് ഈ 4ഉം 5ഉം 6ഉം 5 എന്ന് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് വേർഡിലെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്? 5ആണ്. അപ്പോൾ 5ന്റെ ക്യൂബ് എത്ര കിട്ടും? 125 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സിംഗിൾ നമ്പർ കോഡിംഗ് ആണ് കുറച്ചെങ്കിലും എന്ത് ചെയ്യുക, ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. നമ്പർ കോഡിങ്ങിനകത്ത് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് സിംഗിൾ നമ്പർ കോഡിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അവിടെ സ്റ്റക്ക് ആവരുത്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത് പിന്നെയും വന്നിട്ട് എന്ത് ചെയ്യാതെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ. സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ട. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സമയം ഇതിന്റെ പുറകെ കളയരുത്. കാരണം ഇതിന്റെ പുറകെ കളഞ്ഞ് കുറേ സമയം കളഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞ് ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം എടുത്താണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നമുക്കത് യൂസ് ഇല്ല. കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകം ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സ്ട്രാ മാർക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് സ്റ്റക്ക് ആവണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ സ്റ്റക്ക് ആവാറുണ്ട് പലരും. അപ്പോൾ അത് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ബാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുക. അതുവരെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പർ കോഡിങ്ങും ലെറ്റർ കോഡിങ്ങും അല്ലാണ്ട്, നമ്പർ കോഡിങ് ലെറ്റർ കോഡിങ് ആണ് കൂടുതലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതല്ലാണ്ട് വരുന്ന ചില ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് കോഡിംഗ് എന്നാണ് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്നാണ് എന്നൊരു കോഡ് തരുകയാണ്. ഓക്കെ, ഇവിടെ ഇഫ് ബ്ലൂ മീൻസ് ഗ്രീൻ, ഓക്കെ, ഗ്രീൻ മീൻസ് വൈറ്റ്, വൈറ്റ് മീൻസ് യെല്ലോ, യെല്ലോ മീൻസ് ബ്ലാക്ക്, ബ്ലാക്ക് മീൻസ് റെഡ്, റെഡ് മീൻസ് ബ്രൗൺ, then what is the color of milk? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മിൽക്കിന്റെ കളർ എന്താണ്, വൈറ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് കോഡാണെന്ന്, കോഡഡ് ആയിട്ടുള്ള ആൻസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അത് വൈറ്റിന് ഇവിടെ എന്ത് കോഡാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഡേറ്റ വായിച്ച്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്ലൂ മീൻസ് ഗ്രീൻ, അതായത് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്തിനെയാണ്, ഗ്രീനിനെയാണ്. അതായത് ഗ്രീൻ കളറിനെയാണ് അവർ എന്തെന്ന് പറയുന്നത് ഇവിടെ ബ്ലൂ എന്ന് വിളിക്കുന്നത്. ഗ്രീൻ മീൻസ് വൈറ്റ്, ഗ്രീൻ എന്ന് പറയുമ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്തിനാണ്, വൈറ്റിനെയാണ്. അപ്പൊ നമുക്ക് മിൽക്ക് വൈറ്റ് കളർ ആണെന്ന് അറിയാം. അപ്പം ഗ്രീൻ എന്ന് പറയുമ്പോഴേ അത് എന്തിനെ മീൻ ചെയ്യുള്ളൂ, വൈറ്റ്. അപ്പൊ ഇവിടുത്തെ മിൽക്കിന്റെ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഗ്രീൻ എന്ന് പറയും. എപ്പോഴും എന്താവത്തുള്ളത്, വൈറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്, ഗ്രീൻ ആണ്. ഈ ഒരു ഫോർമാറ്റിൽ വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോഡിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ടേബിളിന്റെ ആവശ്യം അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസറോട് പോകാൻ സാധിക്കും. ഓക്കെ, ആ ഫോർമാറ്റിൽ വരുന്നത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദിക്കുന്ന ഒരു രീതിയിലുള്ള വ്യത്യാസമാണ്. അതായത് ഇഫ് ബ്ലൂ ഈസ് കോൾഡ് ഗ്രീൻ, ആ സെന്റൻസുകളുടെ ഒരു അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, ഇഫ് ബ്ലൂ ഈസ് കോൾഡ് ഗ്രീൻ, green is called orange, orange is called yellow, yellow is called black, black is called red, and red is called white. What is the color of blood? എന്നാണ് ചോദിക്കുന്നത്. ബ്ലഡിന്റെ കളർ എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ബ്ലഡിന്റെ കളർ എന്താണ്, റെഡ് ആണ്. ഓക്കെ, ഇനി ആ റെഡ് എന്ന് ഇവിടെ ആൻസർ വരണം. ഓക്കെ, അപ്പൊ ഏത് കോഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത്. ഇവിടെ മീൻ ചെയ്യുന്നത് ബ്ലൂ ഈസ് കോൾഡ് ഗ്രീൻ, ബ്ലൂവിനെ ഗ്രീൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രീൻ ഈസ് കോൾഡ് ഓറഞ്ച്, ഓറഞ്ചിനെ ഗ്രീൻ ഈസ് കോൾഡ് ഓറഞ്ച്, ഗ്രീനിനെ ഓറഞ്ച് ആണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, റെഡ് ഈസ് കോൾഡ് വൈറ്റ്, റെഡിനെ അവരെന്താ വിളിക്കുന്നത്, വൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ റെഡിനെ അവർ വിളിക്കുന്ന വൈറ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോഡിംഗ് എന്ന് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്നാണ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോഡിംഗ് ആട്ടോ. ഒന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നിങ്ങൾക്ക്. അപ്പൊ അടുത്തൊരു ടൈപ്പ് കോഡിംഗ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടീഷണൽ ടൈപ്പ് കോഡിംഗ് നമ്മൾ ഇതിനെ പറയാം. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിജിറ്റ്സും കോഡും തന്നിട്ടുണ്ട് അല്ലെ, കുറച്ച് ഡിജിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, കോഡ് എന്ന് പറഞ്ഞപ്പോൾ ഓരോ ഡിജിറ്റിന്റെയും കോഡുകളാണ് ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ ഡിജിറ്റിന്റെയും കോഡുകളാണ് ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് ഡിജിറ്റ് കോഡ് എന്നുള്ള ഫോർമാറ്റ് വരാറുണ്ട്, ചിലപ്പോൾ ലെറ്റേഴ്സും കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട്. ഇവിടെ ലെറ്റേഴ്സ് കുറെ തന്നിട്ട് അതിന്റെ കോഡുകളായിട്ട് നമ്പറോ അല്ലെങ്കിൽ സിമ്പലോ ഒക്കെ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കോഡ് തരാറുണ്ട്. ഇവിടെ ഇപ്പം നമ്പറിന് എല്ലാ ലെറ്റേഴ്സും ആണ് കോഡ് തന്നിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നമ്പർ വെച്ചുള്ള കോഡിങ്ങും അല്ലെങ്കിൽ നമ്പർ വെച്ചുള്ള എന്താണ് സിമ്പിൾ വെച്ചുള്ള കോഡിങ്ങും വരാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഡിജിറ്റ്സിന്റെയും അതിന്റെ കോഡുകളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചോദിക്കുക ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് കോഡ് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഒരു വലിയൊരു നമ്പർ തന്നിട്ട് അതിനെ കോഡ് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്കെ 436218 എന്ന് പറയുന്ന നമ്പർ തന്നിട്ട് നിങ്ങൾ തന്നെ കോഡ് ചെയ്യാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾ തന്നെ കോഡ് ചെയ്യാം. നിങ്ങൾക്കറിയാം ഇതിനകത്തുള്ള എല്ലാ ഡിജിറ്റ്സിന്റെയും കോഡുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, എല്ലാ ഡിജിറ്റ്സിന്റെയും കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രാ നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്വസ്റ്റിനകത്ത് എന്ത് പറയുന്നുണ്ട്, കണ്ടീഷൻസ് പറയുന്നുണ്ട്.
ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ ഫസ്റ്റ് പറയുന്ന കണ്ടീഷൻ, ഇഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആർ ഓഡ് ഡിജിറ്റ്സ് ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് ഐ. ഓക്കെ, ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് ഐ. അതായത് ഫസ്റ്റും ലാസ്റ്റും നമ്പേഴ്സ് ഓഡ് ഡിജിറ്റ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലെ ഫസ്റ്റും ലാസ്റ്റും ഓഡ് ഡിജിറ്റ്സ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, അത് രണ്ടിനും എന്ത് കൊടുക്കണം, നിങ്ങൾ ഐ എന്ന് പറയുന്ന കോഡ് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആർ ഈവൻ ഡിജിറ്റ്, ഫസ്റ്റും ലാസ്റ്റും ഈവൻ ഡിജിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് വൈ. അപ്പൊ നിങ്ങൾക്ക് ഓരോ നമ്പറിനെയും കോഡ് എന്താണെന്ന് ഓൾറെഡി അറിയാം, പക്ഷേ എക്സ്ട്രാ അവർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, കോഡിനെ മാറ്റി എഴുതാവൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 4362118 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് പറയാണ് ഇതിനെ കോഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പം ഈ ഒരു നമ്പറിനെ കോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കണ്ടീഷൻ രണ്ടെണ്ണേ ഉള്ളൂ. എന്താണ്, ഒന്നുകിൽ രണ്ട് നമ്പേഴ്സ് എന്താകണം, ഓഡ് ഡിജിറ്റ് ആകണം, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് എന്താകണം, ഈവൻ ഡിജിറ്റ് ആകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പറിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും നമ്പർ നോക്കുക. ആദ്യത്തെ അവസാനത്തെ നമ്പറിനെ കുറിച്ച് മാത്രമേ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ആ രണ്ട് നമ്പേഴ്സ് നോക്കുക. ആ രണ്ട് നമ്പേഴ്സ് ഓഡ് നമ്പർ ആണോ, അല്ല. പക്ഷെ ആ രണ്ട് നമ്പേഴ്സ് എന്താണ്, ഈവൻ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ ഈ രണ്ടാമത് പറയുന്ന കണ്ടീഷനിൽ പെടുന്നതാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ അവർ പറയുന്നത്, ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് വൈ. അതായത് ആ രണ്ട് നമ്പേഴ്സും എന്തായിട്ട് കോഡ് ചെയ്യണം, വൈ ആയിട്ട്. അപ്പം 4ന്റെയും 8ന്റെയും കോഡ് എന്താകണം, അവിടെ വൈ ആണ്. 4നും 8നും വേറെ കോഡുകളുണ്ട്, പക്ഷെ ഈ കണ്ടീഷനിൽ വരുന്നതുകൊണ്ട് 4നും 8നും ഞാൻ എന്ത് ചെയ്യണം, വൈ എന്ന് പറയുന്ന കോഡ് കൊടുക്കണം. അപ്പൊ 4നും വൈ കൊടുക്കണം, 8നും ഞാൻ എന്ത് ചെയ്യണം, വൈ കൊടുക്കണം. ഓക്കെ, ആ രണ്ട് നമ്പറിനും ഞാൻ വൈ എന്ന കോഡ് കൊടുത്തു. ഇനി ബാക്കി എന്ത് ചെയ്യുക, 3യും 6ഉം 2ഉം 1 എന്ന് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, 3ന്റെയും 6ന്റെയും 2ന്റെയും 1ന്റെയും കോഡുകൾ നിങ്ങൾ അവിടെ നോക്കിയെടുത്താൽ മതി. 3ന്റെ കോഡ് എന്താണ്, എൻ ആണ്, എൻ അതുപോലെ എഴുതാം. 6ന്റെ കോഡ് എന്താണ്, ഡി ആണ്, ഡി അതുപോലെ എഴുതാം. ഓക്കെ, 2ന്റെ കോഡ് എന്താണ്, എം ആണ്, എം അതുപോലെ എഴുതാം. 1ന്റെ കോഡ് എന്താണ്, ജെ ആണ്, ജെ അതുപോലെ എഴുതാം. കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റും ലാസ്റ്റ് ഈവൻ ആയതുകൊണ്ട് അവരുടെ കോഡുകൾ മാത്രം എന്ത് ചെയ്യണം, മാറ്റണം എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 421689 എന്ന് പറഞ്ഞാണ് കോഡ് തന്നതെന്ന് വെക്കുക. ഓക്കെ, 421689 എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് നമ്പർ തന്നത്. ഇതിനെ കോഡ് ചെയ്യാൻ പറയാണ്, ഈ ഒരു നമ്പറിനെ കോഡ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്നുകിൽ എന്താകണം, രണ്ട് ഡിജിറ്റ്സ് ഓഡ് നമ്പർ ആകണം, അല്ലെങ്കിൽ ഓഡ് ഡിജിറ്റ് ആകണം. ഫസ്റ്റും ലാസ്റ്റും ഓഡ് ഡിജിറ്റ് ആകണം. അല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റും ലാസ്റ്റും ഈവൻ ഡിജിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റും ലാസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഈവൻ നമ്പറും ലാസ്റ്റ് എന്താണ്, ഓഡ് നമ്പറും ആണ്. ഈ രണ്ട് കണ്ടീഷനും പെടില്ല. ഫസ്റ്റിൽ ഈവൻ നമ്പറും ലാസ്റ്റ് ഓഡ് നമ്പറും ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടീഷൻ ഇല്ല. അപ്പൊ അങ്ങനെ കണ്ടീഷനിൽ പെടാത്തൊരു നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിന്റെ കോഡുകൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി, ആൻസർ ആയി. ഇവിടെ 4ന്റെ കോഡ് എന്താണ്, കെ ആണ്. 2ന്റെ കോഡ് എന്താണ്, എം ആണ്. 1ന്റെ കോഡ് ജെ ആണ്. 6ന്റെ കോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഡി ആണ്. 8ന്റെ കോഡ് ബി ആണ്. 9ന്റെ കോഡ് എന്താണ്, ഇവിടെ ഡബ്ല്യു ആണ്. ആൻസർ കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണെന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷണൽ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് നമ്പർ എന്നിട്ട് ക്വസ്റ്റൻ ചോദിക്കാം, ഡിജിറ്റ്സ് എന്നിട്ട് ക്വസ്റ്റൻ ചോദിക്കാം, ലെറ്റർ എന്നിട്ട് ക്വസ്റ്റൻ ചോദിക്കാം, ലെറ്ററും അതിന്റെ കോഡുകളും എന്ന് ചോദിക്കാം. അപ്പോൾ ലെറ്ററും കോഡ് അവിടെ നമുക്ക് എന്താ തരിക, വേർഡ്സ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് തരിക. ഒരു വേർഡിന്റെ കോഡ് എന്താണെന്നായിരിക്കും ചോദിക്കാം. അപ്പോൾ അവിടെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, ഇതുപോലെ തന്നെ പല പല കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടീഷണൽ കോഡിങ്ങിനകത്ത് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനോട് നമുക്ക് ബാക്കിയുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ക്വസ്റ്റനോട് നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അത് ഇതാണ്. നമ്മൾ ഇതിനെ പറയുന്നത് സെന്റൻസ് വൈസ് കോഡിംഗ് എന്നാണ് പറയുന്നത്. സെന്റൻസ് വൈസ് കോഡിംഗ് അല്ലെങ്കിൽ ബാങ്ക് എക്സാമ്പിളൊക്കെ നമ്മൾ പറയുന്നത് ചൈനീസ് കോഡിംഗ് എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ, അതായത് സെന്റൻസ് വൈസ് ആയിട്ട് നമുക്ക് എന്താണ്, വേർഡുകളുടെ കോഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ സെർട്ടൻ കോഡ് ലാംഗ്വേജ് PINASO മീൻസ് ബ്രിങ് മീ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിങ് മീ വാട്ടർ എന്ന് പറയുന്ന ബ്രിങ് മീ വാട്ടർ എന്ന് പറഞ്ഞ സെന്റൻസിലെ ഓരോ വേർഡുകളുടെയും കോഡുകളാണ് ഇത് ചെയ്യുന്നത്, PINASO എന്ന് പറഞ്ഞ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രിങ് മീ വാട്ടറിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രിങ്ങിന്റെ കോഡാണ് PI, മീയുടെ കോഡാണ് NA, വാട്ടറിന്റെ കോഡാണ് SO, അങ്ങനെയില്ല. ഓക്കെ, ബ്രിങ് മീ വാട്ടർ എന്ന് പറയുന്ന സെന്റൻസിലെ വേർഡുകളുടെ കോഡുകളായിരിക്കും PINASO. അതിൽ ചിലപ്പം സെയിം മോഡൽ കിടക്കാം, ചിലപ്പോൾ അങ്ങോട്ട് മാറി തിരിഞ്ഞാൽ കിടക്കാം. നമുക്ക് അങ്ങനെ ഒരു ഫോർമാറ്റിൽ ഇന്ന ഒരു ബ്രിങ് ആദ്യം വരുന്നതുകൊണ്ട് അതിന്റെ കോഡ് ആദ്യം വരണം, അങ്ങനെ ഒന്നും ഒരു ഫോർമാറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ടർ ഈസ് ലൈഫ്, NAJOTO. അതുപോലെ JOLIKO മീൻസ് ലൈഫ് ആൻഡ് ഡെത്ത്. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദിക്കുന്ന നോക്കി, വിച്ച് ഓഫ് ദ ഫോളോവിങ് റെപ്രസെന്റ്സ് ഈസ് ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്. ഈസ് എന്ന് പറയുന്നത്
ഏത് കോഡിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കോഡാണ് ഈസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള ഒരു വേർഡിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഈസ് കണ്ട ഉടനെ ജെയോ ആണ് ഈസിന്റെ കോഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതായത് സെന്റൻസുകളുടെ വേർഡുകളുടെ ഓർഡറിൽ തന്നെ കോഡ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ നിർബന്ധപൂർവ്വം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വേർഡ്സിന്റെ റെപ്പിറ്റേഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈസ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഈസ് എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് സെന്റൻസിൽ ഈസ് കിടപ്പുണ്ട്, വേറെ 2 സെന്റൻസ് ഉണ്ട്, പക്ഷെ രണ്ടിൽ എന്തില്ല, ഈസ് ഇല്ല. ഇപ്പൊ ഈസ് റിപ്പീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന കോഡ് ഏത് നോക്കിയാൽ മതിയായിരുന്നു അല്ലേ. ഇപ്പൊ ഇവിടെ ഈസ് റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ കിടക്കുന്ന ബാക്കി വേർഡുകൾ നിങ്ങൾ നോക്കുക. ബാക്കി വേർഡുകൾ ഏതാണ്, വാട്ടറും ലൈഫും ആണ്. ഈ വേർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ വാട്ടർ ഇവിടെയുണ്ട്, ഈ സെന്റൻസിലും ഉണ്ട്. വാട്ടർ ഈ 2 സെന്റൻസുകളിലുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഈ 2 കോഡുകളിലായിട്ട് ഒരു കോഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായിരിക്കും ആരുടെ കോഡ്, വാട്ടറിന്റെ കോഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രിങ് മീ വാട്ടറും വാട്ടർ ഈസ് ലൈഫുമാണ്. ഈ 2 സെന്റൻസിൽ വാട്ടർ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ 2 സെന്റൻസുകളുടെ കോഡുകളിൽ ഒരു കോഡ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, റിപ്പീറ്റ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ആ കോഡ് ഏതാണ്, NA ആണ്. ഓക്കെ, NA എന്ന് പറയുന്ന കോഡാണ് ഈ 2 സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ കോഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, NA എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കൺസെപ്റ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത്, റെപ്പിറ്റേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് നോക്കാം. ലൈഫ് നോക്കുമ്പോൾ ഈ സെന്റൻസിലുണ്ട്, ഇതാ ഈ സെന്റൻസിലാണ് ലൈഫ് കിടക്കുന്നത്, മറ്റേ സെന്റൻസിലില്ല, താഴത്തെ സെന്റൻസിലാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 2 സെന്റൻസുകളുടെ കോഡ് നോക്കുക. ഈ 2 സെന്റൻസുകളുടെ കോഡുകൾ നോക്കുമ്പോൾ ആരാണ് റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നത് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ആരാ റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നത്, ജെയോ എന്ന് പറയുന്ന കോഡാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ലൈഫിന്റെ കോഡ് അവിടെ എന്തായിരിക്കും, ജെയോ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സെന്റൻസിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ, ഈസ് മാത്രമേ ബാക്കിയുള്ളൂ. റിമൈനിങ് ഉള്ള കോഡ് ഏതാണ്, 2 ആണ്, അല്ലെങ്കിൽ TO ആണ്. അപ്പൊ ഈസിന്റെ കോഡ് എന്തായിരിക്കും, TO ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സെന്റൻസ് വൈസ് കോഡിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് സിംഗിൾ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. SSCക്ക് ഇത് സിംഗിൾ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. SSC റെയിൽവേ എക്സാമിൽ സിംഗിൾ മാർക്കിന് ചോദിക്കുന്ന ഒരു ഫോർമാറ്റ് ആണെങ്കിൽ, ഇത് ബാങ്ക് എക്സാമിനൊക്കെ വരുന്ന സമയത്ത് ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും ചോദിക്കാം. അത് വേറെ ഒന്നുമല്ല, ഈ സെന്റൻസുകളുടെ എണ്ണം കൂടും. അതാണ്, സെന്റൻസുകളുടെ എണ്ണം കൂടും. ക്വസ്റ്റ്യനിൽ ഒരു വേർഡിന്റെ കോഡ് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു കോഡിന്റെ വേർഡ് എന്താണെന്ന്, അങ്ങനെ പല രീതിയിൽ ചോദിക്കുകയായിരിക്കും ചെയ്യാം. നമുക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് 2 സെന്റൻസോ 3 സെന്റൻസോ എന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ചോദിക്കാറുള്ളൂ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റൻ കൂടെ നോക്കാം. നമുക്കിവിടെ നമുക്ക് ചില സമയത്ത് നമ്പേഴ്സ് യൂസ് ചെയ്തെന്താ ഇതുപോലത്തെ കോഡുകൾ വരാറുണ്ട്, ഈ സെയിം സാധനം. ഇവിടെ നിങ്ങൾക്ക് 134 മീൻസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 134 എന്ന് പറയുന്നത് ഈ സെന്റൻസിന്റെ വേർഡിലുള്ള കോഡുകളാണ്. അപ്പം 1 എന്ന് പറയുന്ന ഒരു കോഡ്, 3 എന്ന് പറയുന്ന ഒരു കോഡ്, 4 എന്നൊരു കോഡ്, അങ്ങനെയാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 134 മീൻസ് ഗുഡ് ആൻഡ് ടേസ്റ്റി. 478 മീൻസ് സീ ഗുഡ് പിക്ചേഴ്സ്. 729 മീൻസ് പിക്ചേഴ്സ് ആർ ഫെയിൻറ്റ്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഡിജിറ്റ് സ്റ്റാൻഡ്സ് ഫോർ സി. സി എന്ന് പറയുന്ന വേർഡിന് സ്റ്റാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, സി എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതോടെ നോക്കുക. നിങ്ങൾക്ക് സി ഇവിടെ ഉണ്ട്. ഓക്കെ, സി ഇവിടെ ഉണ്ട്, പക്ഷെ വേറെ സെന്റൻസുകളൊന്നും എന്തില്ല, സി ഇല്ല. അപ്പൊ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം, ഈ സി ഉള്ള സെന്റൻസിൽ ബാക്കിയുള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗുഡ് ഉണ്ട്, പിക്ചേഴ്സും ഉണ്ട്. ഈ 2 വേർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഗുഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതായത് ഗുഡ് ഈ 2 സെന്റൻസുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഈ 2 സെന്റൻസുകളിലെ വേർഡുകളിൽ ഒരാൾ കോമൺ ആയിരിക്കും. അതാരും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് 4 ആണ്. അപ്പൊ ഗുഡിന്റെ കോഡ് 4 എന്ന് അറിയാം. ഗുഡിന്റെ കോഡ് 4 നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയേണ്ടത് സിയുടെ കോഡാണ്, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത പിക്ചേഴ്സ് നോക്കുമ്പോൾ പിക്ചേഴ്സ് ഈ സെന്റൻസിലുണ്ട്, ഈ സെന്റൻസിലും കിടപ്പുണ്ട് പിക്ചേഴ്സ്. അപ്പം ഈ 2 സെന്റൻസുകളിലെ കോഡുകളിൽ ഒരു കോഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നോക്കുകയാണെങ്കിൽ ആരാണെന്ന് നോക്കിയേ, 7 ആണ് ആ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി ഗുഡ് പിക്ചേഴ്സ് എന്ന് പറയുന്ന സെന്റൻസിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ, സി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോഡ് ഏത് മാത്രമേ ബാക്കിയുള്ളൂ, 8 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം സിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, 8 ആയിരിക്കും. ഇതാണ് സെന്റൻസ് വൈസ് കോഡിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് റെപ്പിറ്റേഷൻ നോക്കിയിട്ട്, വേർഡ്സിന്റെ റെപ്പിറ്റേഷൻ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ഈ ഒരു ടൈപ്പ് കോഡിംഗ് കൂടിയാണ് കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് ഉള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും ആണ്. കാരണം ഇതിനകത്ത് ബാക്കിയുള്ള 3 ടൈപ്പും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കും. വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പക്ഷേ ഈ ലെറ്റർ കോഡിങ്ങും നമ്പർ കോഡിങ്ങും ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചില സമയങ്ങളിൽ നമ്മളെ ഈ എന്താ പറയുക എക്സാമുകളിൽ പിടിച്ചിരുത്താൻ ചാൻസ് ഉള്ളത്. കാരണം ക്വസ്റ്റ്യൻ കണ്ടോടെ നമ്മൾ അവിടെ സ്റ്റക്ക് ആവാനൊക്കെ ചാൻസ് ഉള്ളത് ഈ ടൈപ്പ് ഓഫ് കോഡിങ്സ് ആണ്. അതൊന്നും നല്ലപോലെ എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക.
കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്ത് പഠിക്കാൻ ഞാൻ പറയാൻ കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ഉണ്ടാകുന്ന ലോജിക്കുകൾ അല്ലെങ്കിൽ ആ ലോജിക്കുകൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ടൊരു ലോജിക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ കാണാത്ത ലോജിക്കാണെങ്കിൽ ചില സമയം എടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടൈം എടുക്കുന്ന ക്വസ്റ്റൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാണ്ട് ബാക്കി ക്വസ്റ്റൻസ് ചെയ്തിട്ട് രണ്ടാമത് എന്ത് ചെയ്യാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.